നമസ്കാരം. കൊച്ചിയിൽ നിന്നും ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. നവകേരള സദസ്സ് കുന്നത്തുനാട്ടിൽ അവസാനിച്ചു. ജനാധിപത്യത്തിൽ ഒരു പുതുചരിത്രം എഴുതി തന്നെയാണ് നവകേരള സദസ്സ് അവസാനിച്ചത്. കേരളത്തിൻ്റെ 140 നിയോജക മണ്ഡലങ്ങളിലേക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നിച്ചു പോവുക, ജനങ്ങളോട് സംസാരിക്കുക, ജനങ്ങൾ പറയുന്നത് കേൾക്കുക, ആ നിലയിൽ ലഭിക്കുന്ന ആശയങ്ങളെ, അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് വരുന്ന 2.5 വർഷക്കാലത്തെ ഭരണത്തിലേക്ക് ആ പ്രശ്നങ്ങളെ കൂടി കൊണ്ടുവരിക. യഥാർത്ഥത്തിൽ ആധുനിക കേരളത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തെ തിരുത്തിക്കുറിച്ചാണ് തുടർ ഭരണത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വന്നത്. അങ്ങനെ തുടർ ഭരണത്തിലൂടെ ലഭിച്ച ജനങ്ങളുടെ വിശ്വാസമാർജിച്ച സർക്കാർ, ആ സർക്കാരിൻ്റെ പാതി വർഷം പിന്നിട്ടപ്പോഴാണ് 140 മണ്ഡലങ്ങളിലേക്കും പോകാനുള്ള വലിയ ആർജവം കാട്ടിയത്. ജനങ്ങൾക്ക് മുൻപിലേക്ക് പോകുന്നു, അവരുടെ പരാതികൾ, അവരുടെ അഭിപ്രായങ്ങൾ അത് കേൾക്കുന്നു. നേരിട്ട് പ്രഭാത സദസ്സുകളിൽ, പ്രഭാത യോഗങ്ങളിൽ 200-ൽ പരം ആളുകളാണ് ഓരോ ദിവസവും മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും സംസാരിക്കാൻ എത്തിയത്. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള മനുഷ്യരെയാണ് ആ യോഗങ്ങളിൽ കണ്ടത്. പിന്നീട് ഓരോ നിയോജക മണ്ഡലത്തിലും 10,000-കണക്കായ മനുഷ്യരാണ് ഓരോ നിയോജക മണ്ഡലത്തിലും എത്തിയത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ സമാപന സമ്മേളനത്തിലും കുന്നത്തുനാട്ടിലും കണ്ടത്. എന്നാൽ ഗൗരവമായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പൊതുപ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ നവകേരള സദസ്സിലൂടെ സർക്കാർ ജനങ്ങളോട് സംസാരിച്ചത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി കേരളം നേരിടുകയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തനതു വരുമാനം വർദ്ധിപ്പിച്ച് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ കേരളത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ സമീപനത്തെ, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന, കേരളത്തിന് അവകാശപ്പെട്ട പണം ഏതൊക്കെ വകുപ്പുകളിൽ, ഏതൊക്കെ ഇനങ്ങളിൽ, ഏതൊക്കെ തരത്തിൽ ഇല്ലായ്മ ചെയ്യുന്നു മോദി സർക്കാർ എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി 140 നിയോജക മണ്ഡലങ്ങളിലും സംസാരിച്ചത്. എന്നാൽ പ്രതിപക്ഷം ഈ യാത്രയെ പ്രതിഷേധത്തിലൂടെ ബഹിഷ്കരിച്ച് മുന്നോട്ട് പോകാനാണ്. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ആ കരിങ്കൊടി പ്രതിഷേധത്തിലുണ്ടായിരുന്നത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളും മാത്രമായിരുന്നു. UDF സംഘടനകൾ, UDFൻ്റെ പൊതുവായ ബഹിഷ്കരണം അതിലുണ്ടായിരുന്നില്ല. പക്ഷേ നവകേരള സദസ്സ് ബഹിഷ്കരിക്കുക എന്ന രീതിയാണ് പ്രതിപക്ഷം അക്കാര്യത്തിൽ സ്വീകരിച്ചതും. ബഹിഷ്കരണം എന്നത് കേരളത്തിൻ്റെ പൊതുവായ മുന്നോട്ടു പോക്കിലെ ഏത് പദ്ധതിയും, ഏത് കാര്യം സർക്കാർ മുന്നോട്ട് വെച്ചാലും അതിനെയെല്ലാം ബഹിഷ്കരിക്കുന്ന ശീലമാണ് പ്രതിപക്ഷത്തിന് എന്ന് നിരന്തരം മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അവസാനത്തെ യോഗത്തിൽ അടക്കം അത് കണ്ടു. എന്ത് സർക്കാർ മുന്നോട്ട് വെച്ചാലും, ഒരു ഫോൺ വിളിച്ചാൽ പോലും ബഹിഷ്കരിക്കുന്നു എന്ന് എടുത്തുചാടി പറയുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന നിലയിൽ വരെ കുന്നത്തുനാട്ടിൽ സർക്കാർ പ്രതിപക്ഷത്തെ വിശദീകരിക്കുന്നതും കാണാനായി. അപ്പോൾ നവകേരളവും അതിലൂടെ സർക്കാർ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടും അതിനെ പ്രതിപക്ഷം സമീപിച്ച രീതിയുമാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് അരുൺകുമാർ, CPIM, നിജേഷ് അരവിന്ദ്, കോൺഗ്രസ്, സജീവൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ചർച്ചയിലേക്ക്. നിജേഷ്, ഇപ്പോൾ നവകേരള സദസ്സ് ആരംഭിച്ചു. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിമർശനം യാത്രാ വഴികളിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അതിലായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഊന്നലുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതും തന്നെയാണ് യാത്രാ വഴിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട തർക്കം. ഈ ചർച്ചയുടെ ഭാഗമായും സ്വാഭാവികമായും അത് കടന്നു വരും. പക്ഷേ ഒരു നവകേരള സദസ്സ് ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട്, ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട്, ലക്ഷക്കണക്കായ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് അവസാനിക്കുമ്പോൾ യാത്രയുടെ ഉള്ളടക്കത്തെ പ്രതിപക്ഷം എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. സ്വാഭാവികമായും അത് പറയാൻ പ്രതിപക്ഷം ഉത്തരവാദപ്പെട്ടവരുമാണ്. കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന ഗൗരവമായ പ്രശ്നം ഈ 140 നിയോജക മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോൾ BJP സ്വാഭാവികമായി, കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കാം. ഈ രാജ്യത്ത് അവർക്ക് അക്കൗണ്ട് പോലും തുറക്കാൻ പറ്റാത്ത ഏക സംസ്ഥാനം എന്ന നിലയിൽ, ആ നിലയിൽ BJPയും മോദി സർക്കാരും ആ നിലയിൽ അത് സന്തോഷിക്കുകയോ അല്ലെങ്കിൽ ആ നിലപാടെടുക്കുന്നതോ മനസ്സിലാക്കാം. സർക്കാർ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ കോൺഗ്രസ് അത് ചെയ്യാമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിൽ ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ട പാർട്ടിയാണോ? അങ്ങനെ ഞെരുക്കുന്നത് ഒരു പിണറായി സർക്കാരിനെയല്ല, മുഖ്യമന്ത്രിയെയല്ല, മന്ത്രിമാരെയല്ല, ഒരു നാടിനെയാണ്, ഒരു സംസ്ഥാനത്തെയാണ്. അങ്ങനെ ഞെരുക്കുമ്പോൾ, ബുദ്ധിമുട്ടിക്കുമ്പോൾ സന്തോഷിക്കുകയോ ആശ്വസിക്കുകയോ ചെയ്യേണ്ടവരാണോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ? ആ പ്രശ്നത്തോട് സമീപിക്കാതെ ഒഴിഞ്ഞു മാറുന്നോ കേരളത്തിലെ കോൺഗ്രസ്?
നവകേരള സദസ്സിനെ പറ്റി ആദ്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ പരിപാടിയുടെ സംഘാടകരെയാണ്. ഇത് എൻ്റെ വാക്കല്ല. മട്ടന്നൂരിലെത്തിയപ്പോൾ ശൈലജ ടീച്ചർക്കും ഭർത്താവിനും ഇത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതൊക്കെ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് കോട്ടയത്തെത്തിയപ്പോൾ തോമസ് ചാഴിക്കാടൻ MP-ക്ക് എന്താണ് നവകേരള സദസ്സ് എന്ന് മനസ്സിലായിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. സ്വന്തം സംഘാടകർക്ക് മനസ്സിലാവാത്തത് ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന് തെറ്റിദ്ധരിക്കരുത്. താങ്കൾ പറഞ്ഞ പ്രകാരം 14 ജില്ലകളിൽ 2800 ആളുകളോട് സംവദിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലാവാത്തതുകൊണ്ടാണല്ലോ പറയുന്നത്. എന്തായിരുന്നു ലക്ഷ്യം, എന്തായിരുന്നു ഒബ്ജക്റ്റീവ്, എന്താണ് അതിന്റെ റിസൾട്ട്, അത് നിങ്ങൾ വ്യക്തമാക്കിയാലും നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പ്രതിപക്ഷം അതേക്കുറിച്ച് എന്തായിരുന്നു പഠിക്കാനോ ശ്രമിച്ചിട്ടേ ഇല്ല. 140 എന്താണ് പഠിക്കേണ്ടത്? 140 നിയോജക മണ്ഡലങ്ങൾ കേരളത്തിലെ സർക്കാർ ഒരു അപ്പോൾ അതൊരു പ്രതിപക്ഷം അല്ല, പഠിക്കുകയല്ല. എൻ്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലാകാത്തതൊന്നുമല്ല. എൻ്റെ ചോദ്യം, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന പ്രശ്നം ജനങ്ങളോട് സർക്കാർ വിശദീകരിക്കുമ്പോൾ, കണക്കുകൾ സഹിതം അവതരിപ്പിച്ച് വിശദീകരിക്കുമ്പോൾ ആ പ്രശ്നത്തിൽ സന്തോഷിക്കേണ്ടവരാണോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ? കേരളത്തിൻ്റെ ഒരു പൊതുപ്രശ്നത്തിൽ അങ്ങനെ നിൽക്കേണ്ടവരാണോ കോൺഗ്രസ്സുകാർ എന്ന പൊതു ചോദ്യത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിന് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. മനസ്സിലായില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അല്ല, ഞാൻ ലളിതമായി ചോദിച്ചോട്ടെ. നവകേരള സദസ്സ്, കേന്ദ്രത്തിൻ്റെ ഫണ്ട് വീതത്തിൻ്റെ കുറവ്, ഇതിനെ തമ്മിൽ നിങ്ങൾ എവിടെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി. കാസർഗോഡ് മുതൽ ഇന്ന് അവസാനിച്ച എറണാകുളത്തെ സ്ഥലം വരെ, കുന്നത്തുനാട് വരെ ഏത് വിഷയമാണ് പുതുതായി മുന്നോട്ട് വെച്ചത്? നവകേരളം എന്ന് കേട്ടാൽ പുതിയ കേരളം. ആഭ്യന്തര രംഗത്ത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത്, അല്ലെങ്കിൽ കാർഷിക രംഗത്ത്, അല്ലെങ്കിൽ ടൂറിസം രംഗത്ത്, കേരളവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു പുതിയ നയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വെച്ചു, ഹരിത വിപ്ലവം മുന്നോട്ട് വെച്ചു, ധവള വിപ്ലവം മുന്നോട്ട് വെച്ചു, വ്യാവസായിക ന്യൂ എക്കണോമിക് പോളിസി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വെച്ചു. അല്ലെ, നവകേരളം എന്ന് പറഞ്ഞാൽ അതൊക്കെയല്ലേ ശ്രീ ശരത്ത്? അങ്ങനെ ഏത് പോളിസിയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? മറിച്ച് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നതാണ് തടയാൻ വന്ന ആളുകളെ ഒരു ടേം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതിനെന്തായിരുന്നു? ജീവൻ രക്ഷാ. അതായത് താങ്കൾ പറഞ്ഞു എന്ത് നയമാണ് വെച്ചത്, പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിജേഷ് അതിൽ വരാം നമ്മൾ സംസാരിച്ചോരൊന്ന് ക്ലിയർ ചെയ്ത് പോകാം. നിങ്ങൾ ചോദിച്ചു ഏത് നയമാണ് മുന്നോട്ട് വെച്ചത്, അത് അദ്ദേഹം പറയട്ടെ. അരുണുണ്ടല്ലോ പ്രതി ചർച്ചയ്ക്ക്. പക്ഷേ ഒരു പ്രശ്നം ജനങ്ങളോട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്ത വിധം, രാജ്യത്തെ ഒരു സംസ്ഥാനവും നേരിടാത്ത വിധം കോടിക്കണക്കായ രൂപയുടെ നഷ്ടം കേരളത്തിന് സംഭവിക്കുന്നു. വിവിധ നിലകളിൽ അത് തടഞ്ഞു വെക്കുന്നു, വിവിധ നിലകളിൽ അത് റദ്ദു ചെയ്യപ്പെടുന്നു. ഈ പ്രശ്നം ജനങ്ങളോട് അവതരിപ്പിച്ചു. ആ പ്രശ്നം കേരളം നേരിടുമ്പോൾ സന്തോഷിക്കേണ്ടവരാണോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ? ഒന്ന്, ശരത്ത് പറഞ്ഞതിൽ തെറ്റുണ്ട്. ഒരു സ്ഥലത്തും കാസർഗോഡ് മുതൽ ഇങ്ങനെയൊരു വിഷയം വെക്കാനല്ല ഈ ജാഥ നടത്തിയത്. 2, നരേന്ദ്രമോദി ഗവൺമെന്റിനെ ആദ്യാവസാനം എത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. CPM-മായി ചേർന്നും ഞങ്ങൾ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദി ഏതെങ്കിലും തരത്തിൽ ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ആദ്യത്തെ എതിർപ്പ് ഞങ്ങൾക്കാണ് ഉണ്ടാവുക. അതിൽ യാതൊരു സംശയവും വേണ്ട. നരേന്ദ്രമോദിയോടൊപ്പം ചാടി മെട്രോ ഉദ്ഘാടനം ചെയ്യാനോ, നരേന്ദ്രമോദി വരുമ്പോൾ റോഡ് ടാർ ചെയ്ത് കൊടുക്കാനോ ഒന്നും ഞങ്ങളുണ്ടാവില്ല. അതിലൊന്നും യാതൊരു പ്രയാസവും വേണ്ട. ഡൽഹിയിലേക്ക് ഞങ്ങളുടെ ആളെ അയക്കില്ല. തേവി തോമസിന് ബന്ധമുണ്ട് എന്ന് കരുതി അൽഫോൺസ് കണ്ണന്താനത്തിന് കൊടുക്കുക, ആ ഏർപ്പാടൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ കേന്ദ്രവുമായി, നരേന്ദ്രമോദിയുമായി ഫൈറ്റിങ്ങിലാണ്, എതിർപ്പിലാണ്, പോരാട്ടത്തിലാണ്. അവർ ചെയ്യുന്ന ഏത് വിഷയങ്ങളോട് ഞങ്ങൾ എതിർപ്പാണ്. നരേന്ദ്രമോദിയോട് എതിർപ്പുണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ കുടുംബശ്രീക്കാരെ, കേരളത്തിലെ അംഗനവാടി, കേരളത്തിലെ ആയമാരുടെ ഒന്നും പൈസ പിടിച്ചുള്ള യാത്രയല്ല ശരത്ത് നടത്തേണ്ടത്. ആ സമരത്തെ കേരളം അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടോ? ശരി, കേരളം അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടോ? കേരളം അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടോ? സാമ്പത്തികമായി സർക്കാർ പറയുന്നത് പോലെ സാമ്പത്തികമായി മോദി സർക്കാർ കേരളത്തെ ഞെരുക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് എൻ്റെ ചോദ്യം. അതിന് കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കേരളം ഫേസ് ചെയ്യുന്ന വിഷയത്തിന് ഒരു സർവകക്ഷി യോഗം വിളിച്ചു പറഞ്ഞാൽ, നിയമസഭാ സമ്മേളനം വിളിച്ചു പറഞ്ഞാൽ, 20 MP-മാരുടെയും അല്ലെങ്കിൽ രാജ്യസഭാ MP-മാർ ഉൾപ്പെടെയുള്ള ആളുകളെ യോഗം വിളിച്ച് പറഞ്ഞാൽ നമ്മൾക്ക് അംഗീകരിക്കാം. ഡൽഹിയിൽ പോയി ഫൈറ്റ് ചെയ്യണ്ടേ? മറിച്ച് സാധാരണക്കാരായ ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് കേന്ദ്രം ഇതുവരെ കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാവുന്നത്. ഇപ്പോഴും കോൺഗ്രസിന് അത് ബോധ്യപ്പെട്ടിട്ടില്ല.
ശരിയല്ലേ? അല്ല, എന്ന് ശരത്ത് ഉൾക്കൊണ്ട് എനിക്ക് പ്രയാസമില്ല. ശരത്ത് ഇന്ന് പറയുന്ന ദിവസം ശരത്ത് കേരള ഗവൺമെന്റിന്റെ പകുതി സ്റ്റാഫിനെ കേരളത്തിൽ കോൺഗ്രസ് ബോധ്യപ്പെട്ടിട്ടില്ല. റൈറ്റ്, കറക്റ്റ്, ശരി, റൈറ്റ് അല്ല, ശരിയല്ല. ശരത്തിന് സ്ഥാപിക്കാം പ്രതിപക്ഷത്തെ അടിച്ചിരുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ കേസെടുത്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ജീവൻ രക്ഷാ സേന എന്ന് പറഞ്ഞ് അടിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത് ഗുണ്ടകളെ പോലീസ് അകത്ത് വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കി ഇത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ഗൗരവമുള്ളതാണ്. കേരളത്തിന് സാമ്പത്തികമായി അത് വരാം എല്ലാത്തിനും കൂട്ടിക്കുഴയ്ക്കാതെ നിജേഷ് നാളെ വളരെ സമർത്ഥമായി ചർച്ചകളിൽ പങ്കെടുക്കുന്നയാളാണ്. നിജേഷിന് അറിയുകയും ചെയ്യാം. എൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു, അത് കേരളത്തിൻ്റെ പൊതുപ്രശ്നമാണെന്ന് സർക്കാർ പറയുന്നു. പ്രതിപക്ഷത്തിന് കേരളത്തെ മോദി സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറയുന്നത് സർവകക്ഷി യോഗം ചേരാത്തതുകൊണ്ട്, സഭയിൽ ചർച്ച ചെയ്യാത്തതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇതുവരെ, കോൺഗ്രസിന് ഞാൻ അങ്ങനെ പറയും, കുഞ്ഞാലിക്കുട്ടി വ്യത്യസ്തമായി പറഞ്ഞിട്ടുമുണ്ട്, കോൺഗ്രസിന് നാളിതുവരെ അത് ബോധ്യപ്പെട്ടിട്ടില്ല. ഈ രാത്രിയിൽ ചർച്ചയിൽ നിജേഷ് ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക അതാണ് ആണോ? ഒന്നുകൂടി ലളിതമായി പറയാം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം നവകേരള സദസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതിന് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു കേന്ദ്ര അവഗണനയ്ക്കെതിരെ നവകേരള സദസ്സ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ആകെ ഇപ്പൊ ഇത് അടുത്ത ദിവസം ഏതോ ഒരു യുവജന സംഘടന ശരത്തിനോട് ഞാൻ ചോദിക്കുന്നത് നവകേരള സദസ് അല്ല, നവകേരള സദസ്സിന്റെ ഒരു ബോർഡിൽ, ഒരു പ്രചരണത്തിൽ, ഒരു പരസ്യത്തിൽ, ടെലിവിഷൻ ചാനൽ കൈരളി ചാനലിലെ പരസ്യത്തിനകത്ത് കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം. ഒരിടത്തും പറയാതെ ഇതിന്റെ അവസാന ഘട്ടത്തിൽ കുടുങ്ങുന്ന സമയത്ത് ഒരു സ്ലോഗന മുന്നോട്ട് വെക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശരത്തും ചെയ്യുന്നത് എങ്കിൽ അതിനെ അംഗീകരിക്കാൻ നിർവാഹമില്ല. സാമ്പത്തിക ഞെരുക്കമുണ്ട് എങ്കിൽ നമ്മൾക്ക് പറയാം, മുണ്ട് മുറുക്കി എടുക്കാം. ഇന്ന് ഈ ദിവസം പകുതി പേഴ്സണൽ സ്റ്റാഫിന് പൈസ അധികം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് ശരത്ത് ഇത് പറയുന്നത് എന്ന് മറക്കരുത്. ഓക്കെ, അത് അദ്ദേഹം പറയട്ടെ. റൈറ്റ്, ഞാൻ വരാം താങ്കളിലേക്ക്. എന്നെ കൂടി കോട്ട് ചെയ്തുകൊണ്ട് രണ്ട് വാചകം അതേക്കുറിച്ച് പറഞ്ഞ ശേഷം ഞാൻ അഡ്വക്കേറ്റ് അരുണിലേക്ക് വരാം. ഞാൻ ഈ 140 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് റിപ്പോർട്ട് ചെയ്യാനായി പോയ മാധ്യമപ്രവർത്തകനാണ്. മഞ്ചേശ്വരത്ത് തുടങ്ങി ഇന്ന് കുന്നത്തുനാട് അവസാനിച്ച് ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്, ഞാൻ സ്റ്റുഡിയോയിലല്ല. 140 നിയോജക മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ഊന്നൽ എന്ന് പറയുന്നത് കേരളം നേരിടുന്ന സാമ്പത്തികമായ ഗുരുതരമായ പ്രശ്നം കേന്ദ്രത്താൽ ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ്. ശ്വാസം മുട്ടിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം, നവകേരള സദസ്സ് ജനങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ പ്രചാരണവും കടന്ന് പരിപാടി മുന്നോട്ട് പോകുമ്പോൾ പരിപാടിയെ കേരളത്തിൻ്റെ പ്രതിപക്ഷ ഉത്തരവാദിത്വത്തോടെ മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്നാണ് നിജേഷ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. എല്ലാ ദിവസവും വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഗൗരവമായി പറയുന്നുണ്ടായിരുന്നു. അതാത് ദിവസം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ചോദ്യം വരുന്നു. താങ്കൾ ഈ പറഞ്ഞ പോലെ പ്രതിഷേധം, തല്ല്, മറിച്ചതൊക്കെ വന്നിരുന്നു. പക്ഷേ അതോടൊപ്പം ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഓരോ ദിവസവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നിലയിൽ പോയതാണ് നവകേരള സദസ്സ്. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നതിൽ, അതുപോലെ ധനകാര്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നതിൽ, ഈ മന്ത്രിമാരെല്ലാം സംസാരിക്കുന്നത് വളരെ കൃത്യമായ ധാരണയോടെ വിഷയങ്ങൾ അവതരിപ്പിച്ചാണ് പോയത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കേന്ദ്രത്താൽ കേരളം നേരിടുന്ന ഇക്കാലത്തെ ദുരിതങ്ങൾ തന്നെയായിരുന്നു. ഞാനത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ആധികാരികമായി പറയുന്നു. ബാക്കി രാഷ്ട്രീയമായി പറയുന്നത് ഒക്കെ ഇടതുമുന്നണിയാണ്, അല്ലെങ്കിൽ CPIM പ്രതിനിധിയാണ്. അഡ്വക്കേറ്റ് അരുൺ, ഒന്നാമത്തെ കാര്യം ഞാൻ ഊന്നിയത് അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഈ യാത്രക്കിടയിലുണ്ടായ പ്രശ്നങ്ങളുണ്ട്, ഞാനത് താങ്കളിലേക്കും വരും. അതിൽ നിങ്ങളും സമാധാനം പറയേണ്ട, വിശദീകരിക്കേണ്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ യാത്ര എന്തിനായിരുന്നു? കേരളം എന്നൊരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഗൗരവമായ പ്രശ്നങ്ങൾ ഈ നിയോജക മണ്ഡലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, തർക്കമൊന്നുമില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ പ്രതിപക്ഷം മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്നാണോ ഇപ്പോൾ മനസ്സിലാവേണ്ടത്? ഈ യാത്ര എല്ലാം അവസാനിച്ചു, മാസം പിന്നിട്ടിട്ട് സംസാരിക്കുമ്പോഴും ആ കോർ ഇഷ്യൂവിലേക്ക് വരാൻ നിജേഷ് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതേക്കുറിച്ച് ഒരു ബോധ്യം വരാത്ത വിധത്തിൽ അവർ നിൽക്കുകയാണ്. എന്താണ് ഇതേക്കുറിച്ച് ആദ്യം ആമുഖമായി അരുണിന് പറയാനുള്ളത്? ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ഈ യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലായില്ല എന്ന്. അതിനിപ്പോൾ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല, കാരണം അവർ അത് എന്തിനാണ് ഈ യാത്ര എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. പക്ഷെ പല കോൺഗ്രസ് നേതാക്കന്മാരും ഇതിനിടയിൽ ശ്രമിച്ചു, അവർക്ക് കണ്ടെത്തുകയും ചെയ്തു.
നമ്മൾ ഈ മാർച്ച് നവകേരള സദസ്സ് നടത്തിയത് പ്രധാനമായും ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിച്ച് ഒരു വികസിത രാജ്യത്തിനോടൊപ്പം അതിനേക്കാൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ശ്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക. രണ്ട്, അത്തരം ശ്രമങ്ങൾ നടക്കുമ്പോഴും അതിന് ബദൽ സൃഷ്ടിച്ചുകൊണ്ട് കേരളം നടത്തുന്ന ചെറുത്തുനിൽപ്പ് എന്തൊക്കെയാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക. അതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി ഒരു നവകേരള നിർമ്മിതിയിലേക്ക് കുതിക്കുന്ന കേരളത്തിൽ നിന്നുപോയ വികസന പദ്ധതികൾ, ജനങ്ങളുടെ പുതിയ ആശയങ്ങൾ, ജനങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ എന്നിവ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നവകേരള സദസ്സ് ആരംഭിച്ചത്. ഭരണ സംവിധാനത്തെ ജനകീയവൽക്കരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ മണ്ഡലങ്ങളിലേക്കും എത്തുക എന്ന ഇത്തരത്തിലുള്ള ഒരു സദസ്സ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സമാനതകളില്ലാത്ത ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് കേരളത്തിലെ ജനങ്ങൾ വൻ വിജയമാക്കി ഇതിനെ മാറ്റുന്നതാണ് നാം കണ്ടത്. സദസ്സ് തുടങ്ങി 12-ാം ദിവസം തൃശ്ശൂരിലെ MP TN പ്രതാപൻ, കോൺഗ്രസിന്റെ MP, ഇന്ത്യയുടെ പാർലമെന്റിൽ കഴിഞ്ഞ 4.25 വർഷമായി മിണ്ടാതിരുന്ന TN പ്രതാപൻ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കൃത്യമായി അതിൽ ചർച്ച നടത്തണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. നവകേരള സദസ്സിന്റെ ഒരു 18 ദിവസം പിന്നിട്ടപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MP മറ്റൊരു പ്രമേയം അവതരിപ്പിച്ചു. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് ഗവർണറെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാകണം എന്നാവശ്യപ്പെടുകയുണ്ടായി. നവകേരള സദസ്സ് ഒരു 25 ദിവസം പിന്നിട്ടപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ കേന്ദ്രം സാമ്പത്തികമായി തകർക്കുന്നു, പലതരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങ് ഞെക്കിപ്പീച്ചിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കേന്ദ്രം മാന്യത പാലിക്കണം എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെക്ക് മനസ്സിലായി, TN പ്രതാപൻ MPക്ക് മനസ്സിലായി, കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് മനസ്സിലായി, അങ്ങനെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും പലതും മനസ്സിലായി. ഏത് നവകേരള സദസ്സിന്റെ ഭാഗമായി ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുണ്ടെന്നും 10,000-കണക്കിന് ആളുകൾ ഈ സദസ്സിലേക്ക് വരികയാണെന്നും വലിയ കൃത്യമായിട്ടുള്ള ധാരണയോടെ ജനങ്ങൾ തിരിച്ചു പോവുകയാണെന്നും ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായി പോരാടണമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് കേരള ജനത ഓരോ മണ്ഡലങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും മനസ്സിലായി മുന്നോട്ട് പോവുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിയുകയാണ്. പ്രതിപക്ഷ നേതാവിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, UDF MPമാർ ഈ വിഷയത്തിൽ അതിലേക്ക് വരുന്നു. അവിടെ അരുൺ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ UDF MPമാർ ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് ഇതേ യോഗങ്ങളിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ചോദിച്ചൊരു സാഹചര്യത്തിലാണ് താങ്കൾ ഇപ്പോൾ വിശദീകരിച്ചതുപോലുള്ള പ്രക്രിയകൾ ദില്ലി കേന്ദ്രീകരിച്ചുണ്ടായത്. താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിലേക്ക് വരുമ്പോൾ ആ സമീപനമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അതെന്തുകൊണ്ടാണ്? ഇതൊരു ഇമേജ് ബിൽഡിംഗ് പ്രക്രിയ മാത്രമാണ് എന്ന നിലയിലേക്ക് ഈ യാത്രയിൽ ഒരു മതിപ്പും അവർ കാണുന്നില്ലല്ലോ. ജനം ഈ സർക്കാരിൽ നിന്ന് അകന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തൽ. അല്ല, ഇത് കൃത്യമായി 140 മണ്ഡലങ്ങളിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശദീകരിച്ച സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതായത് 57,400 കോടി രൂപ കഴിഞ്ഞ വർഷം കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതം വെട്ടിക്കുറക്കപ്പെട്ടു എന്നത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ? ഒരു കേരളത്തിന്റെ ബഡ്ജറ്റ്, ഒരു സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 1.32 ലക്ഷം കോടി രൂപയാണ്. 40% തുക കിട്ടിക്കൊണ്ടിരുന്ന തുകയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കപ്പെടുന്നു. അതിൻ്റെതായിട്ടുള്ള മാന്ദ്യം എല്ലാ മേഖലയിലും നിഴലിച്ച് നമ്മൾ കാണുകയാണ്. പക്ഷേ നമുക്ക് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്. അതുപോലെ പശ്ചാത്തല വികസന രംഗത്ത് ചിട്ടയായി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വൻകിട വ്യവസായ സംരംഭങ്ങളെ വരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയൂ. കഴിഞ്ഞ 7.5 വർഷമായി പശ്ചാത്തല വികസന രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വികസന പദ്ധതികൾ ഓരോന്നായി നടപ്പാക്കി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രസ് റിപ്പോർട്ട് വരെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഓരോ വികസന പദ്ധതിയുടെയും പ്രോഗ്രസ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും എങ്ങനെ ഈ ഒരു ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയും എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രതിഫലങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കോൺഗ്രസ് ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടും ഈ കേരളത്തിൽ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരക്ഷരം ഉരിയാടാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ 4.25 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു അടിയന്തര പ്രമേയം ഒരു MP, കോൺഗ്രസിന്റെ MP അവതരിപ്പിച്ചത്. 18 MPമാർ കോൺഗ്രസിനും UDFനും ഉണ്ടല്ലോ. ഒരക്ഷരം ഈ കേരളത്തിന് വേണ്ടി ഉരിയാടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി ജനങ്ങളുമായി സംവദിച്ച നിരവധി പ്രശ്നം ഇപ്പൊ ഗവർണർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ജനങ്ങളുടെ അഭിലാഷമാണ് നിയമസഭയിൽ പ്രതിഫലിക്കുന്നത്. 2 വർഷത്തിലധികം ഒരു ബില്ലിനുമേൽ അടയിരിക്കുക ഗവർണർ എന്നത് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമല്ലേ? നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ച് സുപ്രീം കോടതി ഗൗരവമായിട്ട് ഇടപെട്ടപ്പോൾ ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നവരായി മാറരുത് ഗവർണർമാർ, തീ കൊണ്ട് തലചൊറിയരുത്, അതുപോലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെക്കാൾ മുകളിലല്ല ഗവർണർ എന്നതടക്കമുള്ള സുപ്രീം കോടതി
നരേന്ദ്രമോദിയുടെ പരാമർശം വന്നപ്പോഴാണ് ഈ ഗവർണർ ഒപ്പിടാനും രാഷ്ട്രപതിക്ക് അയക്കാനും എല്ലാം ബില്ലുകൾ തയ്യാറാകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും കോൺഗ്രസ് കുറ്റകരമായിട്ട് മൗനം പാലിക്കുകയാണ്. ഇത് ജനങ്ങളുമായി സംവദിച്ചു ഇടതുപക്ഷം. ജനങ്ങൾ 10,000-കണക്കിന് ആളുകൾ ഒഴുകിയെത്തി ഇത് കേൾക്കുകയാണ്. നിരവധി പരാതികളും പദ്ധതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുകയാണ്. ലക്ഷക്കണക്കിന് പരാതികളും നിർദ്ദേശങ്ങളും പദ്ധതികളുമാണ് സമർപ്പിക്കപ്പെട്ടത്. ഇത് നവകേരള സദസ്സ് നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയല്ലല്ലോ. ഏറ്റവും ആദ്യം താലൂക്ക് തലത്തിൽ അദാലത്ത് നടത്തി. ഏകദേശം 76,000-ഓളം പരാതി കിട്ടി. 71,000 പരാതിക്ക് പരിഹാരമുണ്ടാക്കി. ജില്ലാതലത്തിൽ അദാലത്ത് നടത്തി. ഭൂരിഭാഗം പരാതികൾക്കും പരിഹാരമുണ്ടാക്കി. അതിനുശേഷം ഈ കേരളത്തെ മേഖലകളാക്കി തിരിച്ച് നിന്നുപോയ പദ്ധതികൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി ആ നിന്നുപോയ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഇടപെടൽ മുഖ്യമന്ത്രി മന്ത്രിമാർ നടത്തി. അതിന്റെ തുടർച്ചയായിട്ടാണ് നവകേരള സദസ്സ്. അതുകൊണ്ട് ഒരു നവകേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ചടുലമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. കോൺഗ്രസ് കണ്ടിട്ടില്ലെങ്കിലും ജനങ്ങൾ കണ്ടിട്ടുണ്ട്, ചില മാധ്യമങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നവകേരള സൃഷ്ടിയിലേക്ക് നമ്മൾ മുന്നേറും. ശരി, ഇവിടെ ശ്രീ എ സജീവൻ കൂടി ഞാൻ വരാം. നിജേഷ് ഞാൻ വരാം. അല്ല ഒരു നിമിഷം ശ്രീ എന്തോ നമ്മുടെ കൂടെ ശ്രീ സജീവൻ കൂടി ചർച്ചയിലുണ്ട്. അദ്ദേഹത്തെ കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ശേഷം നിജേഷിലേക്ക് വന്നാൽ പോരെ? അദ്ദേഹം കൂടി പറയുന്ന അഭിപ്രായം കേട്ടുകൊണ്ട് നിജേഷിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. എതിർപ്പുണ്ടോ? റൈറ്റ്, ഞാനിപ്പോൾ ശ്രീ സജീവൻ, ഈ നവകേരള സദസ്സ് ആ യാത്ര അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ ഒരു ഇമ്പാക്റ്റ് താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? സർക്കാരിന് ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പതിവില്ലാത്ത വിധം ഇതാദ്യമായി ജനങ്ങളോട് വിശദീകരിക്കുന്നു. അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കപ്പുറം തന്നെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന നിലയിലാണ് മുഖ്യമന്ത്രി ആ കാര്യങ്ങളെ സമീപിച്ചിട്ടുള്ളത്. നിജേഷ് പറഞ്ഞതുപോലെ അല്ല സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി 140 മണ്ഡലങ്ങളിലും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. മറുഭാഗത്ത് യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ CPIM-ഉം കോൺഗ്രസുമൊക്കെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ BJP-ക്കെതിരെ, മോദി സർക്കാരിനെതിരെ, ആ വിഷയങ്ങൾ കേരളത്തിൻ്റെതായ പ്രശ്നങ്ങളായി വരുമ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിനെ ആ മട്ടിൽ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ യാത്ര ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ MP-മാർ ലോക്സഭയിൽ വളരെ വേഗത്തിൽ ചില നടപടികൾ നീക്കുന്ന സ്വഭാവം ഒക്കെ കാട്ടുകയുണ്ട്. അത് നേരത്തെ അരുൺ സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഉയരുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അമേഠിയിൽ തോറ്റ രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റിലെത്താനായത്, ലോക്സഭയിലെത്താനായത് വയനാട്ടിലൂടെയാണ്. ഈ യോഗങ്ങളിൽ മന്ത്രിമാരൊക്കെ ചോദിക്കുന്നത് കണ്ടു, ഇന്ന് ഞാൻ കേട്ടു. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ദേശീയ നേതാവ്, ഖാർഗെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെന്ന് കോട്ട് ചെയ്ത് പറഞ്ഞ അരുൺ കേട്ടല്ലോ. രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ ഈ പൊതുവായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയോട് അതിശക്തമായി കേരളത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു സർക്കാർ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം കേരളത്തിലെ 18 UDF MP-മാരിൽ ഒരാൾ മാത്രമല്ലല്ലോ, പക്ഷേ അദ്ദേഹം വയനാടിൻ്റെ MP-ആയി കേരളത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നതുകൂടിയുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ളൊരു സാഹചര്യം രൂപപ്പെട്ടു. കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നതിനിട വന്നു. എന്നാൽ UDF ഏറ്റവും അധികം, പ്രത്യേകിച്ച് കോൺഗ്രസ് ഫോക്കസ് ചെയ്യുന്നത് അതിനിടയിലുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള സർക്കാരിൻ്റെ സമീപനം എന്നതിലേക്ക് മാത്രമായി പരിമിതപ്പെടുന്നു. ശ്രീ സജീവൻ, നമ്മളിതിനെ നവകേരള സദസ്സിനെ കാണേണ്ടത്, അതിന്റെ നേട്ടവും കോട്ടവും വിലയിരുത്തേണ്ടത് അതിന്റെ നവകേരള സദസ്സ് ആരംഭിക്കുന്ന ഘട്ടം മുതൽ ഈ അവസാന ഘട്ടത്തിൽ പോലും ഉള്ള 2 രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ വെച്ചുകൊണ്ടാണ്. ഒന്ന്, ഇന്ന് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ, അരുണും താങ്കളൊക്കെ പറഞ്ഞ പോലെ, കേരളത്തെ ഞെരുക്കി കൊല്ലുന്ന, സാമ്പത്തികമായിട്ട് വല്ലാതെ ഞെരുക്കത്തിലാക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാട്. അത് ഓരോ കാര്യത്തിലും കേരളത്തിന് മാത്രമല്ല, BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ മുഴുവൻ ഞെക്കിക്കൊല്ലുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അതിൽ കേരളത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമുക്കിവിടെ മറ്റു തരത്തിൽ വ്യവസായങ്ങൾ ധാരാളം ഇല്ലാത്ത സംസ്ഥാനമാണ്. അങ്ങനെ സംസ്ഥാനത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്യാവുന്ന സാമ്പത്തിക സ്രോതസ് വളരെ കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഉള്ളത് കിട്ടുക, കേന്ദ്ര വിഹിതം കിട്ടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നമ്മളെ പരമാവധി ഞെരുക്കിക്കൊല്ലുന്ന രൂപത്തിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഗവർണർ ഉപയോഗിച്ചിട്ട്, അതിവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലും പഞ്ചാബിലും ബംഗാളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വെല്ലുവിളികൾ, അതിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ അതിൽ തന്നെ ശ്രീ സജീവൻ,
ശ്രീ സജീവൻ, അതിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ തമിഴ്നാട്ടിൽ BJP യെ സംബന്ധിച്ച് അവരൊരു ശക്തമായ മുന്നണിയുടെ ഭാഗമാണ്. അവർക്ക് എന്തെങ്കിലും ഒരു സീറ്റ് ലഭിക്കാം, അവർക്കൊരു നല്ല മുന്നണി AIADMK പോലൊരു ശക്തമായ ഘടകകക്ഷി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നണി സംവിധാനമുണ്ട്. ബംഗാളിലേക്ക് പോയാൽ തൃണമൂലിനെ എതിരിടുന്ന BJPക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കർണാടകയിൽ പ്രതിപക്ഷത്താണെങ്കിലും അവർക്ക് നാളെ ഒരു കാലത്ത് ഭരണത്തിലേക്ക് വരാമെന്ന പ്രതീക്ഷയുള്ള സംസ്ഥാനം. അപ്പോൾ ആ സംസ്ഥാനങ്ങളെ കേരളത്തെ സമീപിക്കുന്ന വിധം പൂർണ്ണമായും ശ്വാസം മുട്ടിക്കുന്നുണ്ടോ? ഇപ്പോൾ കർണാടകത്തിൽ കഴിഞ്ഞ ബജറ്റിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരൾച്ചയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് വെച്ചു. അപ്പോൾ ഭരണത്തിലേക്ക് തിരിച്ചു വരാമെന്ന ചിന്തയുള്ള ഇതര സംസ്ഥാനങ്ങളിലൊക്കെ അവർ പ്രതിപക്ഷത്തായാലും കുറേ കൂടി ലിബറലായിട്ടുള്ള ഒരു ലീനിയൻ വ്യൂ ഇല്ലേ, കാഴ്ചപ്പാടില്ലേ, സാമ്പത്തികമായ സഹായമില്ലേ? പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ അതല്ലല്ലോ സ്ഥിതി. കേരളത്തിൽ ഒരു MLA പോലുമില്ല, ഒരു MP പോലുമില്ല, ആ സാധ്യതകളും വളരെ കുറവാണ് എന്ന് വരുന്നതോടെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള വളരെ കടുത്ത നടപടിയിലേക്ക് ഒരു സർക്കാർ പോകുന്നു, സാമ്പത്തികമായി നമ്മളെ വല്ലാതെ അത് ബാധിക്കുന്നു എന്ന് വരുന്നൊരു സാഹചര്യമില്ല. അത് മറ്റ് സംസ്ഥാനങ്ങളുമായി അത്ര കണ്ട് താരതമ്യം ഉചിതമാണോ? ശരിയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്ര ഭീകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ രണ്ട് പശ്ചാത്തലങ്ങൾ വെച്ചുകൊണ്ട്, ഒന്ന് ഗവർണർ ഉപയോഗിച്ചുകൊണ്ടുള്ളത്, ഒന്ന് സാമ്പത്തികമായിട്ട് തകർക്കുന്നത്. അപ്പൊ സാമ്പത്തികമായി തകർക്കുന്ന കാര്യം താങ്കൾ തന്നെ ആയിരുന്നു പറഞ്ഞു, പ്രതാപൻ പറഞ്ഞു, കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു, ഖർഗെ പറഞ്ഞു, ഇവരെല്ലാം പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ നവകേരള സദസ്സുമായിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന മന്ത്രിമാരുടെ മുഴുവൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവർ ഓരോ നിയോജക മണ്ഡലത്തിലും വെച്ച് ജനങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പ്രഭാത സദസ്സിൽ ഇക്കാര്യം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിന് ശേഷം നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. സർക്കാരിന് ജനങ്ങളോട് പറയാൻ വേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങളെല്ലാം. കാരണം നമുക്കറിയാം, ഇതിനു മുമ്പേ സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള കുറെ വിമർശനങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നിരുന്നു. ഇതിനൊക്കെയുള്ള മറുപടി കൃത്യമായിട്ട് ദിവസങ്ങൾ എടുത്തുകൊണ്ട് വളരെ വിശദമായിട്ട് പൊതുസമ്മേളനത്തിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് പ്രഭാത സദസ്സിലാണെങ്കിലും അതല്ലെങ്കിൽ പത്രസമ്മേളനത്തിലാണെങ്കിലും വിശദമായി പറയാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങളുടെ മുമ്പാകെ ഇത് അവതരിപ്പിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നേട്ടം. നമ്മളെ ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, വഴിയിൽ കരിങ്കൊടിയുണ്ടോ, അവിടെ തടഞ്ഞിട്ടുണ്ടോ, ആളുകൾ അടിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെക്കാളൊക്കെ അപ്പുറത്തുള്ളത് ഇത് ജനങ്ങൾ, ഈ വിളിച്ചു കൂട്ടുന്ന ആളുകൾ, എത്തിച്ചേരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക്, പ്രത്യേകിച്ച് CPM അണികൾക്ക് അല്ലെങ്കിൽ LDFന്റെ അണികൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമുള്ളത്, മഞ്ചേശ്വരം മുതൽ ഇന്ന് നടന്നിട്ടുള്ള നവകേരള സദസ്സിൽ പോലും ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ LDFന്റെ മെഷീനറി, പ്രത്യേകിച്ച് CPMന്റെ സംവിധാനം വളരെ ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്കിടയിൽ വലിയ ഒരു ഊർജം സംഭരിച്ചു വെക്കാൻ ഇതുവരെ, സാധാരണ രീതിയിൽ ഭരണമില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതൊരു പാർട്ടിയിലാണെങ്കിലും ഉറക്കച്ചടവ് സ്വാഭാവികമാണ്. ഈ ഉറക്കച്ചടവ് മുഴുവൻ മാറ്റിയിട്ട് പാർട്ടി സംവിധാനത്തെ ശക്തമാക്കാൻ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നല്ല. അവര് വളരെ രാപ്പകൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ സംവിധാനം ഒരുക്കി വെക്കാനുള്ള സാധ്യതയും ഉണ്ടായി. രണ്ട് കാര്യങ്ങൾ, സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ, സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നേരിട്ട് ജനങ്ങളോട്, പലപ്പോഴും മാധ്യമങ്ങളുടെ ഇത് വരണമെന്നില്ല, പല മാധ്യമങ്ങളും വളച്ചൊടിക്കാനുള്ള സാധ്യതയുണ്ട്, അത് നേരിട്ട് ജനങ്ങളോട് പറയാൻ പറ്റുന്നു. രണ്ടാമത്തേത്, ഈ പാർട്ടി സംവിധാനത്തെയും മുന്നണി സംവിധാനത്തെയും ഊർജ്ജസ്വലമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് നേട്ടങ്ങൾ തന്നെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാലും LDF ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ രണ്ട് നേട്ടമാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അതിന്റെ തുടർച്ചയിൽ തന്നെ താങ്കൾ അടുത്ത റൗണ്ടിൽ വരും. ഓക്കെ, അത് രാഷ്ട്രീയമായി നോക്കിയാൽ ഇടതുമുന്നണി അങ്ങനെ കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ അടുത്ത ഭാഗമുണ്ട്. പ്രതിപക്ഷവും UDFും അതിൽ തന്നെ കോൺഗ്രസും ലീഗും യോജിച്ച നിലയ്ക്കല്ലാത്ത നിലയിൽ പല കാര്യങ്ങളെയും സമീപിച്ചിട്ടുണ്ട്. ലീഗ് കുറച്ചുകൂടി വ്യത്യസ്തമായൊരു നിലപാട് ഇക്കാര്യങ്ങളിലൊക്കെ എടുക്കുന്നതും കണ്ടിട്ടുണ്ട്. ഞാനത് അടുത്ത ഭാഗം വരുമ്പോൾ താങ്കളുടെ ഒരു ഊന്നൽ അതേക്കുറിച്ചുള്ള നിരീക്ഷണത്തിലാകും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നിജേഷ്, ശ്രീ സജീവൻ്റെ നിരീക്ഷണം ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് നവകേരളം എന്നുള്ളത് പ്രളയകാലം മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ രൂപപ്പെട്ടു വന്നൊരു ആശയമാണ്. ഒരു മഹാപ്രളയത്തിൽപ്പെട്ട നാട് അതിൻ്റെ ഒരു പാടുപോലും ഇല്ലാത്ത വിധം ആധുനികതയിലേക്ക്, മികച്ച നിലയിലേക്ക് രൂപപ്പെട്ടു വരുന്നത് നമ്മളെല്ലാവരും ആഹ്ലാദിക്കേണ്ടവരും അഭിമാനിക്കേണ്ടവരുമാണ്. അതൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അതിനിടയിൽ
തുടർച്ചയിൽ ഈ ഫയലുകളുമായി ഒരു ദിവസം പൊടുന്നനെ വേണ്ടിയിട്ട് 140 നിയോജക മണ്ഡലങ്ങളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചതല്ല എന്നത് സൂചിപ്പിച്ചുകൊണ്ട് അരുൺ ഇവിടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട് ഫയലുകൾ തീർപ്പാക്കുന്നതിലുള്ള വിവിധ തലങ്ങളിൽ എടുത്തിട്ടുള്ള നടപടികളുടെ തുടർച്ചയിൽ സംഭവിച്ച ഒരു പ്രക്രിയ. അതുപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഓരോ വർഷവും മുന്നോട്ട് വെക്കുന്നു. മാത്രമല്ല ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു സർക്കാർ എടുക്കുന്ന തീരുമാനം തന്നെ നല്ല റിസ്ക് ഉള്ളതാണെന്നേ. കാരണം ജനങ്ങളുടെ അതൃപ്തി, പകുതി ദൂരം പിന്നിട്ടൊരു സർക്കാരാണ്, അതൃപ്തി എങ്ങനെയുണ്ടാകുമെന്ന് അറിയാൻ കഴിയില്ല. പല നിലയ്ക്കും ഇവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, അതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും അഭിപ്രായങ്ങളുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, എല്ലാം തികഞ്ഞവരല്ല, വിമർശനങ്ങൾക്ക് പാത്രമാകേണ്ടവർ തന്നെയാണ് ഭരണാധികാരികൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, വിമർശനങ്ങൾ പറയുക, അത് കേട്ടുകൊണ്ട് തിരുത്തൽ കൂടി വരുത്താനാണ് എന്നാണ് പ്രഭാത യോഗങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതതിൻ്റെ ഒരു ഭാഗം. മറുഭാഗത്ത് ഇത് കേരളത്തിൻ്റെ ഒരു പൊതുപ്രശ്നം എന്ന നിലയിൽ LDF അവതരിപ്പിക്കുമ്പോൾ ഈ യാത്രയോട് പ്രതിഷേധിച്ചപ്പോൾ ഉണ്ടായ തിക്താനുഭവങ്ങളെ ഒരു രാഷ്ട്രീയ വിഷയവും രാഷ്ട്രീയ എതിർപ്പും മാത്രമായി, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിർപ്പാണ് UDF ഇക്കാര്യത്തിലുള്ളത്. പൊതുപ്രശ്നങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തുകയും രാഷ്ട്രീയ എതിർപ്പും രാഷ്ട്രീയ വിമർശനം മാത്രമായി പരിമിതപ്പെടുകയും ചെയ്യുന്നത് പ്രതിപക്ഷത്താണെങ്കിൽ പോലും ഒരു മുന്നണിക്ക് ഗുണകരമാണോ, നല്ലതാണോ? ഒന്ന്, നേരത്തെ ശ്രീ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾ ടി എൻ പ്രതാപനോ കൊടിക്കുന്നിൽ സുരേഷോ മല്ലികാർജുന ഖാർഗെയോ ലോക്സഭയ്ക്കകത്തോ അല്ലാതെയോ ചില വിഷയങ്ങൾ അവതരിപ്പിച്ചതിനെയും നവകേരള സദസ്സിനെയും യാത്രയും തമ്മിൽ ദയവ് ചെയ്ത് ബന്ധപ്പെടുത്തരുത് അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസ് കാലാകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നയങ്ങളുടെ ബാക്കി പത്രം മാത്രമാണ്. ഞങ്ങൾക്കിവിടെ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ നരേന്ദ്രമോദി നിലപാടെടുത്താൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല, അത് ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല. അത് തെറ്റ് തന്നെയാണ്, അതിലെന്താ സംശയമുള്ളത്? അപ്പോൾ പിന്നെ ശ്രീ സജീവൻ പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് 100% യോജിപ്പാണ്. കാരണം CPM-ഉം ഇടതുമുന്നണിയല്ല, CPM ഇലക്ഷന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി സർക്കാരിൻ്റെ ചെലവിൽ, സാധാരണക്കാരൻ്റെ ചെലവിൽ, പാവപ്പെട്ടവൻ്റെ പണം പിരിച്ച് ഒരുങ്ങാനുള്ള ഒരു പണിയെടുത്തു. ആ പണി വിജയിച്ചു. അത് ഞങ്ങൾ പറയുന്നതാണല്ലോ. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ റിസൾട്ട് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ താലൂക്ക് തല അദാലത്ത് നടത്തി. പ്രിയപ്പെട്ട അരുൺകുമാർ, താലൂക്ക് തല അദാലത്ത് നടത്തി മാറ്റി എഴുതിയ ഒരു നിയമത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു മുന്നോട്ട് വെച്ച ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾ സംസാരിക്കേ. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കാം നവകേരളം, നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ പൊതിഞ്ഞ് നവകേരളം ഒരു ലഡു ഉണ്ടാക്കി അതിന്റെ മുകളിൽ മധുരം പുരട്ടി നവകേരളമല്ല. എന്ത് മാറ്റമാണ് കേരളത്തിലുണ്ടായത്? ഇടുക്കിയിലെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഭൂപ്രശ്നങ്ങളിൽ നിയമസഭയിൽ വരുത്തിയ മാറ്റം, നിയമസഭയിൽ വന്ന ഭേദഗതി ഏറ്റവും വലുതാണ്. അതുപോലെ ഭൂമി തരംതിരിച്ച് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യത്തിൽ വന്നിട്ടുള്ള മാറ്റം ഇതിൻ്റെയൊക്കെ തുടർച്ചയിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതടക്കം ഗവർണർ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നേ. അല്ല, എൻ്റെ ചോദ്യം ശരത്ത്, ഈ നവകേരള സദസ്സിന്റെ സ്ലോഗൻ ഞാൻ അക്കാദമിക്കായിട്ടാണ് ചോദിക്കുന്നത്. എന്താണ് നവകേരള സദസ്സുമായി മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ട? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. സജീവൻ മനസ്സിലാക്കിയ എന്താ? ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു ജാഥയ്ക്കുള്ള പ്രിപ്പറേഷൻ ആണ്. അരുൺകുമാർ മനസ്സിലാക്കിയത് എന്താ? നവകേരളം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഞാനും നിജേഷിനെ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് കേട്ടതാണ്. അല്ല നിജേഷ്, നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ഒരു സർക്കാർ ആ സർക്കാരിന് പറയാനുള്ളത് ജനങ്ങളോട് വിശദീകരിക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞു എന്ന പ്രധാനപ്പെട്ട നേട്ടമാണ് നവകേരള യാത്രയിലൂടെ ഒരു സർക്കാർ സാധ്യമാക്കിയതെന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ നമ്മുടെ പോലൊരു രാഷ്ട്രീയ സംവിധാനത്തിൽ, പൊതുമണ്ഡലത്തിൽ ആ സർക്കാരിനെ നയിക്കുന്ന മുന്നണി വരുന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് CPM-ൻ്റെ സംഘടനാ സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഏറ്റവും ശക്തമായി ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങാൻ ഒരു ഊർജ്ജം കൈവരിച്ചു. അതതിൻ്റെ രണ്ടാം ഭാഗമാണ്. സർക്കാരിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നിറവേറി എന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. നിജേഷ് അത് ശ്രദ്ധിക്കാതെ പോയതാവാം, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അല്ല, ഞങ്ങൾക്ക് എന്താ ശരത്തയിലൊരു പുതുമയില്ലാത്തത്? ഒന്ന്, കേരളത്തിനകത്ത് മന്ത്രിമാർ മണ്ഡലത്തിൽ പോകുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. ഒന്ന്. രണ്ടാമത്തത്, കേരളത്തിലെ മന്ത്രിമാർ 20 മന്ത്രിമാരും മുഴുവൻ 100 MLA-മാരും MP-മാരും ഒരുമിച്ച് ജനങ്ങളെ കണ്ട ഒരു സന്ദർഭമേ കേരളത്തിലുണ്ടായിട്ടുള്ളൂ. അത് തൃക്കാക്കരയിലാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വീട് അന്തരം മന്ത്രിമാർ രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ മന്ത്രിമാരുടെ മുഖം കണ്ട ഒരു കാലമുണ്ടായിരുന്നു. അന്ന് മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പോലെയുള്ള പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. അരുൺകുമാർ വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം അരുൺകുമാർ ആ സ്ഥാനാർത്ഥിത്വത്തിന് അടുത്ത് വരെ എത്തി അവിടെ മുഴുവൻ സമയം ഉണ്ടായ ആളാണ്. ഞാനതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ മന്ത്രിമാർ മുഴുവൻ വീടുകളിലും കയറി ഇറങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു ചെറിയ മറുപടി കൊടുത്തിട്ടുണ്ട്.
മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ല, മന്ത്രിമാർ ഇറങ്ങിച്ചെന്ന സ്ഥലമാണല്ലോ, മന്ത്രിമാർ വീടാന്തരം കയറിയ സ്ഥലമാണല്ലോ, മന്ത്രിമാർ കോർണർ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച സ്ഥലമാണല്ലോ, മന്ത്രിമാരെ ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് കണ്ട സ്ഥലമാണല്ലോ. മന്ത്രിമാരുടെ വാക്ക് വിശ്വസിച്ചിട്ടില്ല. ഇതെന്താണ് ശ്രീ ശരത്ത്? ഒരു മന്ത്രി അല്ലെങ്കിൽ രണ്ട് മന്ത്രി സംസാരിക്കുന്നു, മൂന്നാമത്തെ ആൾ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്നു, മുഖ്യമന്ത്രി ചിലയിടങ്ങളിൽ പത്രസമ്മേളനം നടത്തുന്നു, രാവിലെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നു. പ്രഭാത സദസ്സ് ഞാൻ കേട്ടിടത്തോളം നാട്ടിലെ പണക്കാർ, നാട്ടിലെ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായി ഉന്നമനം നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മതമേലധ്യക്ഷന്മാർ, ഇവരെ കൂട്ടിയിരുത്തുന്നു. അതിനപ്പുറത്തേക്ക് എന്ത് പ്രഭാത സദസ്സിന്റെ പ്രൊഡക്റ്റാണ് ഉണ്ടായത്? ഏത് മേഖലയിലാണ് പ്രൊഡക്റ്റ്? ഞാൻ ഒരു തരത്തിലും വാഗ്വാദത്തിനില്ല. കേരളത്തിന്റെ മാറ്റമുണ്ടാക്കാൻ ആവശ്യ സാമ്പത്തിക നയം, അല്ലെങ്കിൽ കാർഷിക നയം, അല്ലെങ്കിൽ വ്യാവസായിക നയം, അല്ലെങ്കിൽ സ്പോർട്സ് നയം, അല്ലെങ്കിൽ ടൂറിസം നയം, ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിലുണ്ടായ ഒരു മാറ്റത്തെ പറ്റി ഇവിടെ വിശദീകരിക്കുന്ന നവകേരള സദസ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന ഐഡിയ ഇന്ന യാത്രയിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം, സംസാരിച്ചായിട്ട് പറഞ്ഞാൽ അംഗീകരിക്കാം. അങ്ങനെ ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് അതിനോട് എതിർത്ത് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അതായത് അരുൺ ഇനിയും സംസാരിക്കേണ്ടി വരും. നിജേഷിന് മനസ്സിലായാലും ഇല്ലെങ്കിലും നിജേഷ് ഈ ചർച്ചയിൽ ഒരു തരത്തിലും ഈ നവകേരള സദസ്സ് മനസ്സിലായിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. താങ്കൾ അത് നന്നായി മനസ്സിലാക്കിയ ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുന്നത്തുനാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ അവസാനത്തെ യോഗവും കണ്ടയാളാണ്. അതുപോലെ എറണാകുളത്തെയും മറ്റുമൊക്കെ പ്രഭാത യോഗം കണ്ടിട്ടുണ്ടാവും. വലിയ തോതിൽ എനിക്കതിലൊരു അത്ഭുതമുണ്ട്. കാരണം പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നില, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി എന്ന ചർച്ചയിലേക്ക് വരുമ്പോൾ ഒരു സർക്കാർ 40 ദിവസമായി ചെയ്ത ഒരു ആക്ടിവിറ്റിയെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി ഇങ്ങനെയാണോ മനസ്സിലാക്കേണ്ടതെന്നൊരു സംശയം എനിക്കുണ്ട്. മനസ്സിലാക്കി അതിനെ അതിനിശ്ചിതമായി വിമർശിക്കാം. നിങ്ങൾ ഈ ചെയ്തത്, നിങ്ങളുടെ ഈ ആശയം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സമീപനം, അതിന് പകരം അദ്ദേഹം ഒന്നും മനസ്സിലായില്ല എന്ന് ആവർത്തിക്കുകയാണ് ഈ ചർച്ചയിൽ. അരുണിന് അതുകൊണ്ട് തന്നെ ഇനിയും മറുപടി പറയേണ്ടി വരും, അദ്ദേഹത്തിനോട് മറുപടി പറയേണ്ടി വരും. ശരത്, ഇവിടെ ഈ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 9 തവണയാണ് ഇടതുപക്ഷം കേരളം ഭരിച്ചത്. ഏകദേശം 27.5 വർഷം കേരളം ഭരിച്ചു. 40 വർഷത്തിലധികം ഈ കേരളം ഭരിച്ചത് UDF ആണ്. ഈ രണ്ട് ഗവൺമെന്റും കേരളം ഭരിക്കുമ്പോൾ, അതായത് കേരളത്തിന്റെ ഉൽപ്പത്തിക്ക് ശേഷമുള്ള ചരിത്രത്തിൽ തുടങ്ങി വെച്ച വികസന പ്രവർത്തനം ചിലപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളായിരിക്കാം. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ക്രോഡീകരണത്തിന്റെ കുറവായിരിക്കാം. ചിലപ്പോൾ ചില വകുപ്പിന്റെ അനുവാദം കിട്ടാത്തതായിരിക്കാം. എന്തു കാരണമായിക്കോട്ടെ, കേരളത്തിൽ തുടങ്ങി വച്ച വികസന പ്രവർത്തനങ്ങൾ കാലോചിതമായി പുതുക്കി അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് മേഖലാ യോഗങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിശോധിച്ചത്. അതിന്റെ ഭാഗമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇപ്പോൾ ഏകദേശം 5 ലക്ഷത്തോളം പരാതികളും പദ്ധതികളും നിർദ്ദേശങ്ങളും കിട്ടി. അതായത് കേരളത്തിന്റെ ജനത, 140 മണ്ഡലത്തിലെയും ജനത രാഷ്ട്രീയ ഭേദമന്യേ ഒഴുകിയെത്തി അവർക്കുള്ള നിർദ്ദേശങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം കൊടുക്കുകയാണ്. ഇവ ജില്ലാ അടിസ്ഥാനത്തിൽ 15 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുന്നു. സംസ്ഥാന അടിസ്ഥാനത്തിനുള്ളിൽ 45 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുന്നു. വിവിധ വകുപ്പുകളിലെല്ലാം പോകേണ്ടി വരുന്ന പരാതികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുമായി സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുക എന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഒരൊറ്റ സംസ്ഥാനത്തിനും സ്വപ്നം പോലും കാണാൻ കഴിയില്ല. അപ്പൊ തമിഴ്നാട് ഇതേ മോഡലിൽ അനുകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിൽ വന്ന് നവകേരള സദസ്സിനെ കുറിച്ച് പഠിച്ചുപോയി. മറ്റു സംസ്ഥാനങ്ങളും അതേ പാതയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായി വികസന തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ അത് ചെയ്താൽ CPI-ഉം കോൺഗ്രസും അതിനെ പിന്തുണയ്ക്കില്ലേ? അവിടെ കോൺഗ്രസിന് വിയോജിപ്പുണ്ടാവുമോ? പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കും. ഇല്ല, അതോടെ പിന്തുണയ്ക്കേണ്ടി വരുമല്ലോ. കാരണം എന്താ വെച്ചാൽ ഇത് സമാനതകളില്ലാത്ത ഒരു വികസന പ്രവർത്തനം ചരിത്രത്തിൽ ഇടം തേടുന്ന ഒരു പുതിയ ഇടപെടൽ നടത്തുകയാണ്. ആ ഇടപെടൽ നടത്തുമ്പോൾ ഞങ്ങൾ അടിക്കും എന്ന് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഞാനത് ചോദിച്ചോട്ടെ, നിങ്ങൾ നവകേരള സദസ്സ് നടത്തിക്കോ, ഞങ്ങൾ വിചാരണ സദസ്സ് നടത്തി 140 മണ്ഡലങ്ങളിലും പോയി ഇതിന് മറുപടി പറയും എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്നാൽ 100 പേരെ ഒരുമിച്ചിരുത്തി ഒരു വിചാരണ സദസ്സ് നടത്താൻ ഈ UDF-ന് സാധിച്ചോ? UDF-ലെ തന്നെ പല ഘടകകക്ഷികളും അതിനോട് വിമുഖത കാണിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? നവകേരള സദസ്സുമായി സഹകരിക്കുന്നവരെ പുറത്താക്കും, സസ്പെൻഡ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ട് സസ്പെൻഡ് ചെയ്ത് സസ്പെൻഷൻ ഓർഡർ എഴുതി കൈ അഴച്ചതല്ലാതെ ഇന്നലെ വരെ നമ്മൾ കണ്ടു എത്രയോ പേരെ. ഇപ്പൊ തൃക്കാക്കരയിൽ ഇന്നലെ യോഗത്തിൽ പങ്കെടുത്തവരെ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ജനം ഒഴുകിയെത്തുകയാണ്. ഇതൊരു പുതിയ പദ്ധതിയാണ്. നമുക്ക് നവകേരള നിർമ്മിതി എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തി ഒരു വികസിത രാജ്യത്തിന്റെ തലത്തിനേക്ക് അപ്പുറത്തേക്ക് ഈ കേരളത്തെ വികസിപ്പിക്കണം എന്നതാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ
എറണാകുളം ജില്ലയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതി ഒന്ന്, ഈ കേരളം രൂപീകരിക്കപ്പെട്ടതിന് മുമ്പേ മുതൽ ഏതു മഴ പെയ്താലും ഇവിടെ ചെല്ലാനത്തെ മുഴുവൻ വീടുകളിലും വെള്ളം കയറുമായിരുന്നു. ആ വീട്ടിലെ മുഴുവൻ സാധന സാമഗ്രികളും നശിച്ചു പോകുമായിരുന്നു. ഈ ഗവൺമെന്റ് അല്ലേ ആ ചെല്ലാനത്ത് ടെട്രോപാഡ് ഉപയോഗിച്ചുകൊണ്ട് കടൽ ഭിത്തി കെട്ടി ഒരൊറ്റ വീട്ടിലും വെള്ളം കയറാത്ത പുതിയ വികസന പ്രവർത്തനം നടപ്പാക്കി. ഇത് താലൂക്ക് മുതലുള്ള അദാലത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന പദ്ധതികൾ നടപ്പാക്കി ഏറ്റവും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോയി. ഇവിടെ പെട്രോ കെമിക്കൽ പാർക്ക് ഈ എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന പുതിയ വസ്തുക്കൾ ഇത്രയും വലിയ നിക്ഷേപം വരുന്ന ഒരു പദ്ധതി ഗിഫ്റ്റ് സിറ്റി ഈ എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഇപ്പൊ കൊച്ചി മെട്രോ 10 കോടി പേർ യാത്ര ചെയ്തു. ആ കൊച്ചി മെട്രോയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് തൃപ്പൂണിത്തുറയിലേക്ക് എത്തുകയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. കാക്കനാടേക്കുള്ള പദ്ധതി ആരംഭിക്കുകയാണ്. ജലമെട്രോ UDF എതിർത്തതാണ്, UDF അതിൽ സഹകരിക്കാത്തതാണ്. 6 മാസം കൊണ്ട് എത്ര ലക്ഷക്കണക്കിന് ആളുകളല്ലേ യാത്ര ചെയ്തത്. അതുപോലെ തന്നെ AI ക്യാമറയും ജലപാതകളും സമാനതകളില്ലാത്ത UDF എതിർക്കുന്ന വികസന പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വാക്കുപാലിച്ച് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവർ പറയുന്നത് എന്താ? 3 മാസത്തെ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. 18 മാസം കുടിശ്ശിക വരുത്തി അന്ന് വെറും 600 രൂപ ഉണ്ടായിരുന്നത് വിതരണം ചെയ്യാതെ പോയവരാണ് പറയുന്നത് ഇവിടെ 3 മാസത്തെ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണെന്ന് പറയുന്നത്. ഒരാൾക്ക് പോലും പട്ടയം കൊടുക്കാത്തവരാണ്. 3 ലക്ഷത്തോളം പേർക്ക് പട്ടയം കൊടുത്തപ്പോ ഇപ്പോ അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുന്നത്. ഇവിടെ ശരത്ത് തന്നെ സൂചിപ്പിച്ചല്ലോ, ജനങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ കാണുന്ന ഒരു 1964 ഭൂപതിവ് പട്ടയം കൃഷിക്കും വീട് വെക്കാനും മാത്രമേ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അത് ഇഷ്ടപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇടുക്കിയിലെ മുഴുവൻ ജനങ്ങൾക്കും എറണാകുളം ജില്ലയിൽ ഭൂരിഭാഗം വരുന്ന മേഖലയിൽ മലയോര മേഖലയിലും പ്രയോജനം കിട്ടുന്ന പതിവ് പട്ടയം അത് അവതരിപ്പിച്ചപ്പോൾ UDFന്റെ MLA-മാർ നിയമസഭയിൽ അതിനെ എതിർത്തില്ലേ? എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം കിട്ടുന്നതാണ്. അതുകൊണ്ട് മന്ത്രിസഭ ജനങ്ങളിലേക്ക് എത്തുന്നത് ജനങ്ങളുമായി സംവദിക്കാനാണ്, ആശയങ്ങൾ അങ്ങോട്ട് കൂടുതൽ മനസ്സിലാക്കാനാണ്, നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ്, ഭാവിയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, പൊതുവിദ്യാഭ്യാസ പിരിച്ചുവിടും എന്ന് പറഞ്ഞ UDFനോട് ആജീവനാന്ത പ്രതിപക്ഷമായി ഇരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു. വീണ്ടും ആജീവനാന്ത പ്രതിപക്ഷമായി UDFന് തുടരാനുള്ള സാഹചര്യം ഈ കേരളത്തിൽ UDF തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഇതിനിടയിൽ നിജേഷ് അതിനിടയിൽ വന്നൊരു ഒരു പ്രതികരണം കണ്ടത് എനിക്കൊന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അടുത്ത പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ടുള്ള എന്താണ് ബുക്കിംഗ് ടവലാണ് VD സതീശൻ എന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇവിടെ നേരത്തെ അരുൺ സൂചിപ്പിച്ചൊരു കാര്യം, കുറ്റവിചാരണ സദസ്സ് നവകേരള സദസ്സ് ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ചർച്ച ചെയ്യേണ്ടതല്ലേ? കുറ്റവിചാരണ സദസ്സ് ഒരു ഫ്ലോപ്പായി പോയില്ലേ? ശരത്ത് എവിടെയെങ്കിലും കുറ്റവിചാരണ സദസ്സ് റിപ്പോർട്ട് ചെയ്യാൻ പോയോ? അരുൺകുമാർ എവിടെയെങ്കിലും കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുത്തോ? ഞാൻ കോഴിക്കോട് ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലെയും കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുത്തു. വടകര മുതൽ തിരുവമ്പാടി വരെ. അല്ല, ഞാൻ 13 എണ്ണത്തിൽ പങ്കെടുത്തതാണ്. ആ 13 എണ്ണത്തിലെയും ആൾക്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ കുടുംബശ്രീക്കാരോട് മസ്റ്റർ റോളിൽ പേരുണ്ടാവില്ല എന്ന് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രസംഗിച്ചത് കൊണ്ടുവന്നതല്ല. കുറ്റവിചാരണ സദസ്സിലേക്ക് UDFന്റെ ഘടകകക്ഷികളാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പരിപാടി ശരിയാണോ തെറ്റാണോ വലുതാണോ ചെറുതാണോ എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾ ആ രാഷ്ട്രീയ പരിപാടിയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും ഞങ്ങൾ സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടല്ല. പക്ഷേ നിജേഷ് ഒരു പ്രശ്നം നവകേരള സദസ്സിന് ബദലായി വെച്ച ഒരു രാഷ്ട്രീയ സമരത്തെ ഒരു കേരളമാകെ ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും ഇവിടെയും ഇപ്പോൾ നിജേഷ് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്. ഇതാ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല, ഒഴിഞ്ഞ കസേര മാത്രമാണ് കണ്ടതെന്ന് പറയുന്ന അരുണിനെ നമ്മൾ കണ്ടു. കേരളമാകെ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക്, സർക്കാരിന് ശക്തമായ താക്കീത് കൊടുക്കാൻ നിലയിലേക്ക് കോൺഗ്രസിൻ്റെ ആ പരിപാടിക്ക് UDFന്റെ പരിപാടിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു വീഡിയോ അരുൺകുമാർ കണ്ടിട്ട് അത് ഇതാണ് എന്ന് ദയവ് ചെയ്ത് പ്രിയപ്പെട്ട അരുൺകുമാർ പറയരുത്. ഞാൻ എൻ്റെ ഫോൺ നോക്കി ആ ചിത്രം കാണിക്കാൻ, അപ്പോൾ ഫോൺ ഓഫായി പോയത് കൊണ്ടാണ്. അരുൺകുമാർ സെർച്ച് ചെയ്താൽ കിട്ടും. കുറ്റവിചാരണ സദസ്സിൽ പറവൂരിൽ ആളുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അരുൺകുമാർ മനസ്സിലാക്കാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അടുത്ത ദിവസം ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ എൻ്റെ രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം ലീഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഒറ്റ കാര്യം മാത്രം, അദ്ദേഹം ലീഡ് ബാങ്കിലെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ശരിയല്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മേശപ്പുറത്ത് 1000-ഓളം അപേക്ഷകളുണ്ട്. 1000-ഓളം അപേക്ഷകൾ അരുൺകുമാർ കേൾക്കാനാണ് പറയുന്നത്. ഞാനത് എടുത്ത് വായിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി
എന്ന് പറഞ്ഞ് എഴുതുന്നത് ഞാൻ ഇന്ന ബ്രാഞ്ചിലെ അംഗമാണ്, ഇന്ന ലോക്കലിലെ അംഗമാണ്, ഞാൻ ഇന്ന ബാങ്കിൽ നിന്ന് എടുത്ത ലോണുമായി ബന്ധപ്പെട്ട് കുടിശ്ശികയുണ്ട്, ജപ്തിയുണ്ട്, പരിഹരിക്കണം. 1000 അപേക്ഷ, പലവട്ടം കയറി ഇറങ്ങിയ അപേക്ഷ. അവസാനം അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ത് മറുപടി കൊടുക്കും, നിരന്തരമായി ചോദിക്കുന്നു എന്ത് മറുപടി. അവസാനം അദ്ദേഹം ഒരു 1000 മറുപടി ഒരുമിച്ച് അയച്ചു. എന്താണെന്നറിയോ? നിങ്ങൾ ബ്രാഞ്ചുമായി ബന്ധപ്പെടണം. ഈ ബ്രാഞ്ചിൽ കയറി ഇറങ്ങി 4-5 വർഷം കഴിഞ്ഞ ആളുകളാണ് വീണ്ടും അവിടെ പോകുന്നത്. അതുകൊണ്ടാണ് ശ്രീ അരുൺകുമാറിനോട് ഞാൻ ചോദിച്ചത്. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇതിനെ നവകേരളം സൃഷ്ടിക്കലാണ് ലക്ഷ്യം. പിന്നെ നിങ്ങൾ പറഞ്ഞു 100 കണക്കിന് പരാതികൾ, 5 ലക്ഷത്തോളം പരാതികൾ വാങ്ങി. നേരത്തെ നിങ്ങൾ പറഞ്ഞു കേന്ദ്രത്തിനെതിരെയുള്ള പോരാട്ടമാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ നേരെയുള്ള ഭാഷയിൽ പറ നവകേരളം എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഇടപെടലാണ്, ഇടയാണ് എന്നുള്ള കട്ടിയുള്ള ഭാഷ വേണ്ട അരുണേ. ഇതെല്ലാം ചേരുന്നതാണ് ഇതെല്ലാം ചേരുന്നതാണ്. അല്ല അരുൺകുമാർ 91-ൽ നിങ്ങൾ പറഞ്ഞു ആഗോളവൽക്കരണം പടയുരുത്തണം. അല്ല ആസിയാൻ കരാർ വരുന്നു, അതിനെതിരെ പടപൊരുത്തണം. പഞ്ചവത്സര പദ്ധതി വരുന്നു, അതിനെതിരെ പടപൊരുത്തണം. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ പറയുന്ന നവകേരള സദസ്സിൽ ഏത് മാറ്റമുണ്ടാകുന്നു അതൊന്ന് വിശദീകരിച്ച അരുൺകുമാറിന്റെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഞാനത് മനസ്സിലാക്കാം. എന്ത് മാറ്റമാണ് ഉദ്ദേശിച്ചത്? പ്രഭാത സദസ്സിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ എന്താ? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നാട്ടിൻ പുറത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ കണ്ടപ്പോ അവിടെ ബോർഡ് വെച്ച DYFI ഉണ്ട്, പൊറാട്ടയാണ് നല്ലത്, മന്തിയാണ് നല്ലത് എന്ന്. അവിടെ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളിയെ കണ്ടപ്പോ, ആലപ്പുഴയിലെ കശുവണ്ടി തൊഴിലാളിയെ കണ്ടപ്പോ കളിയാക്കിയ, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോ കളിയാക്കിയ CPM പണക്കാരെ വിളിച്ച് യാത്ര നടത്തുമ്പോൾ അത് മഹാസംഭവമാണ് എന്ന് വിശദീകരിച്ച് ഞങ്ങൾ ദയവ് ചെയ്ത് പറയും. കൊല്ലത്ത് ഓക്കെ, ആലപ്പുഴയിലെ താറാവ് കർഷകരെ. താങ്കൾക്ക് നവകേരള സദസ്സിനെ കുറിച്ച് മനസ്സിലാക്കാഞ്ഞിട്ടല്ല, കൃത്യമായി കാര്യങ്ങൾ അറിയാം. നിങ്ങൾ മനഃപൂർവ്വം നവകേരള സദസ്സിനെ മനസ്സിലായിട്ടില്ല. അതായത് ഞാൻ പറയാം മിസ്റ്റർ നികേഷ്, ഇവിടെ ലോകത്ത് വികസിത രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യത്തെക്കാൾ അപ്പുറത്തേക്ക് അതിലും മെച്ചപ്പെട്ട സൗകര്യം കേരളത്തിൽ കിട്ടാൻ പാകത്തിന് ഒരു വിജ്ഞാന സമൂഹമായി കേരളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, വ്യവസായ മേഖല, തൊഴിൽ മേഖല, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലെല്ലാം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തി കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു മോഡൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മോഡൽ മറ്റു സംസ്ഥാനങ്ങളെല്ലാം പകർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിച്ച് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ മോഡൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത് കേന്ദ്രത്തിന് സഹിക്കുന്നില്ല. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പല പദ്ധതികൾ, ഇപ്പോൾ അവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിക്കുമ്പോൾ കേരളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ്. അവിടെ വിദ്യാഭ്യാസ മേഖല കേന്ദ്രം സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഇവിടെ 10 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയത്തിന്റെ ഭാഗമായി മാറിയത്. അവിടെ ആരോഗ്യ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ മാത്രം തുറന്നു കൊടുക്കുമ്പോൾ ഇവിടെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്രം ഡൂയിങ് ബിസിനസ് ഈസ് നോട്ട് എ ഡ്യൂട്ടി ഓഫ് ദി ഗവൺമെന്റ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിന്മാറുമ്പോൾ ഇത് ഒരു ജനകീയ ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന ബദൽ കേരളം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ബദലിനെ തകർക്കണം. അതിനു വേണ്ടിയിട്ടാണ് സാമ്പത്തികമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തുന്നത്, കേരളത്തിനുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത്, മറ്റ് സംസ്ഥാനങ്ങൾ എടുക്കുന്ന കടം പോലും കേരളത്തിന് എടുക്കാൻ കഴിയാതെ വരുന്നത്, അതുപോലെ മറ്റു പല രൂപത്തിലും കേരളത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദ്രോഹിക്കുന്ന നയം കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് നികുതി വരുമാനം കാര്യക്ഷമമാക്കി മാറ്റി, GST കളക്ഷൻ ശക്തിപ്പെടുത്തി, ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ചുകൊണ്ട് ഈ കേരള ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇത് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയാണ്. അതുപോലെ 900 കാര്യങ്ങൾ പ്രകടന പത്രികയുടെ ഭാഗമായി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചു. അതിൽ 729 കാര്യങ്ങൾ അണ്ടർ പ്രോസസ്സിലാണെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ 2ാം പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഞങ്ങൾ വ്യക്തമാക്കി. അത് പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരു 40 കൊല്ലത്തിന് അപ്പുറത്തേക്കുള്ള ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി കൂടുതൽ നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയാണ്. കാരണം കേരളം കുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ലോകത്ത് വരുന്ന എല്ലാ മാറ്റങ്ങളും കേരളത്തിൽ വരികയാണ്. ഇപ്പൊ ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ മലയാളികളുടെ അവകാശമാക്കി മാറ്റി നമ്മൾ മുന്നേറുകയാണ്. ലോകത്ത് എവിടെയും കിട്ടുന്ന ജോലി നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ കഴിയണം. ലോകത്ത് എവിടെയും ഉള്ള വിദ്യാഭ്യാസം നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ കഴിയണം. ലോകത്ത് എവിടെയും കിട്ടുന്ന ആകർഷകമായ ശമ്പളം കേരളത്തിൽ ഇരുന്ന് ആർജിക്കാൻ കഴിയണം. അങ്ങനെ വിജ്ഞാന സമൂഹമായി കേരളത്തെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളുമായി കൂടുതൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ നവകേരളം സൃഷ്ടിക്കുക തന്നെ ചെയ്യും, UDF എത്ര എതിർത്താലും. ഇവിടെയാണോ ശ്രീ സജീവ്, ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടപെടൽ നിരീക്ഷണം താങ്കളുടെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ അരുൺ പറഞ്ഞ ഈ പ്രശ്നമാണോ കേരളത്തിലെ പ്രതിപക്ഷത്തെ അലട്ടുന്നത്? തുടർഭരണമാണ്, സമയബന്ധിതമായി കാര്യങ്ങൾ നടക്കുന്നു, ഓരോ വർഷവും ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നു, പറയുന്നതേ ചെയ്യൂ എന്ന നിലയിൽ പോകുന്ന ഒരു സർക്കാർ എന്ന പ്രശ്നമാണോ കേരളത്തിൻ്റെ പൊതുപ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അതിനൊപ്പം നിൽക്കാൻ പ്രതിപക്ഷത്തെ വിമുഖരാക്കുന്നത്? പ്രതിപക്ഷത്തിൻ്റെ ഈ കാര്യത്തിലുള്ള സമീപനം അവർക്ക്
നേട്ടമാകുമോ കോട്ടമാകുമോ സമീപനം ബഹിഷ്കരണം? അല്ല, പ്രതിപക്ഷത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പരിപാടികൾ, ഇപ്പൊ നവകേരള സദസ്സിനെ സർക്കാർ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കാർ പരിപാടിയാണ്, അതുകൊണ്ട് എല്ലാ MLA-മാരും പങ്കെടുക്കണം, ഓരോ MLA-യുടെയും നിയോജകമണ്ഡലത്തിലാണ് പരിപാടിയുള്ളത്, അവിടെ അധ്യക്ഷനായിരിക്കേണ്ടത് MLA ആണെന്നൊക്കെ പറഞ്ഞപ്പോഴും പ്രതിപക്ഷം അതിന് അനുകൂലിക്കാതിരുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും അവിടെ പോയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിനോട് സഹകരിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് ദോഷം ചെയ്യും. അവർക്ക് രാഷ്ട്രീയമായിട്ട് ദോഷം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരത് ഞങ്ങളിതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുള്ളത്. പക്ഷേ അതുകൊണ്ടുണ്ടായിരുന്ന വേറെ നഷ്ടം പറയുന്നത് സർക്കാരിന് കാര്യങ്ങൾ വിശദമായിട്ട് പറയാൻ പറ്റി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്ന രൂക്ഷമായിട്ടുള്ള പ്രതികാര നടപടികൾ, സാമ്പത്തികമായിട്ടും മറ്റും ബുദ്ധിമുട്ടിക്കുന്ന നടപടികൾ, ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നമുണ്ട്. സാമ്പത്തിക പ്രശ്നത്തിനേക്കാൾ കൂടുതൽ രണ്ടാമത്തെ പ്രശ്നം ഇവിടെയുള്ള ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്നതാണ്. ഗവർണർ അതിരുവിട്ടുകൊണ്ട് കളിക്കുന്ന കാര്യങ്ങൾ അവർ കാണുക. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ സർക്കാരിന് അതിന്റെ നേട്ടമുണ്ടാവുന്നുണ്ട്, LDF-ന് അതിന്റെ നേട്ടമുണ്ടാവുന്നുണ്ട്. കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ പറഞ്ഞു, രാവിലെയും അത് കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിലും വൈകിട്ട് ഇപ്പൊ നേരത്തെ നിജേഷോട് പറഞ്ഞു, കുറെ മത നേതാക്കന്മാരെയും മറ്റും സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള യോഗം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതേപോലൊരു യോഗം ഇതേ മുഖ്യമന്ത്രി നടത്തിയിരുന്നു, എല്ലാ ജില്ലകളിലും നടത്തിയിരുന്നു. അപ്പോഴുണ്ടായ കാര്യം എന്ന് പറയുന്നത് അവർക്കിടയിലേക്ക് ഇവർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും കുറെ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ താല്പര്യം കാണിച്ചു, അവരെ പിന്തുണ അറിയിച്ചു. അതിന്റെ നേട്ടമാണ് 2021 പ്രധാനമായും ഉണ്ടായത്. അതേപോലെ ഈ യോഗങ്ങൾ, ഇപ്പൊ ഒരു പ്രഭാത പരിപാടിയിൽ ഞാനും പങ്കെടുത്തിരുന്നു, അവിടെ ചില മെത്രാന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയെ പ്രകീർത്തിച്ച് ഞാൻ കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഓളം നവകേരള സദസ്സിന്റെ ഓളത്തിനെ എതിരിടണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ നിജേഷ് പറഞ്ഞു, ഞങ്ങളിവിടെ കുറ്റവിചാരണ സദസ്സ് എല്ലാ സ്ഥലങ്ങളിലും ഗംഭീരമായിട്ട് നടത്തി. പക്ഷെ അത് ജനങ്ങൾക്കിടയിൽ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് അവർ തന്നെയാണ് ആലോചിക്കേണ്ടത്. ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുന്നില്ല, പക്ഷെ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം തന്നെ വിലയിരുത്തിയിട്ടുള്ളത് കുറ്റവിചാരണ സദസ്സ് വേണ്ട രീതിയിലായില്ല, ക്ലച്ച് പിടിച്ചില്ല എന്ന് തന്നെയാണ്. ശരിക്കും അത് വളരെ കൃത്യമായിട്ട് അവർ നടത്തിയിട്ട് ഈ നവകേരള സദസ്സിനെ മറികടക്കാൻ ശ്രമിക്കേണ്ടിയിരുന്നു. അത് കൃത്യമായിട്ട് നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ശ്രീ നിജേഷ്, കേരളത്തിൽ LDF ഭരിക്കുകയും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുകയും ചെയ്ത കാലം വർഷങ്ങളായി നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ളതാണ്. പക്ഷേ ആ കാലത്തൊന്നും സംഭവിക്കാത്ത ഒരു വലിയ സാമ്പത്തികമായിട്ടുള്ള ഉപരോധത്തിൻ്റെ അവസ്ഥ ഇന്ന് വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, UPA സർക്കാർ ഭരിച്ച കാലത്ത് ഏതാണ്ട് 4%-നടുത്ത് 3.8% നികുതി വിഹിതമായി ലഭിച്ചിരുന്നത്. മോദി സർക്കാരിൻ്റെ കാലം വന്നപ്പോഴേക്ക് അത് 1.9%-മായി വല്ലാതെ കുറയുന്നു. അതുവഴി എത്ര കോടാനുകോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിന് ലഭിക്കേണ്ടതില്ലാതാകുന്നത്. കേരളത്തിൻ്റെ മികവ്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദോഷമാകുന്ന വ്യവസ്ഥകൾ വെച്ച് ധനകാര്യ കമ്മീഷൻ ആ വിധത്തിൽ പെരുമാറുന്നു. ആ കമ്മീഷനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്രം ഇങ്ങനെ പെരുമാറുന്നു. ഒന്നാമത്തെ പ്രശ്നം, നമ്മളിവിടെ പെൻഷൻ മുടങ്ങുന്നു എന്ന് പറയുമ്പോൾ പെൻഷൻ അടക്കം 62 ലക്ഷം കുടുംബങ്ങളിലേക്ക് പോകേണ്ട പെൻഷൻ അടക്കം മുടങ്ങും വിധം അതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പിനെ പരിമിതപ്പെടുത്തുന്നു. നമുക്ക് അവകാശപ്പെട്ട ആ കടമെടുപ്പ് പരിധിയാണ്. അങ്ങനെ ഒരു വൾണറബിൾ സിറ്റുവേഷനിലല്ല. കേന്ദ്ര സർക്കാരിൻ്റെ പൊതുകടത്തിൻ്റെയൊക്കെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ പൊതുകടത്തിൻ്റെ RBI കണക്കിൽ കേരളം അങ്ങനത്തെ ഒരു ഏരിയയിൽപ്പെട്ട സംസ്ഥാനം പോലുമല്ല. കേരളത്തിൻ്റെ പൊതുകടമെടുപ്പ് ചുരുക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന പ്രശ്നം അവതരിപ്പിക്കപ്പെടുന്നു ഇവിടെ. അതുപോലെ ഗ്രാൻറ്റുകൾ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുന്നു, പിടിച്ചു വെക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം നേരിടുകയാണ്. അപ്പോൾ ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ പൊതു പ്രശ്നമാണ്. അതൊരു പിണറായിയുടെയോ ഒരു KN ബാലഗോപാലിൻ്റെയോ പ്രശ്നമല്ല. എത്രയോ ഭാവി കാലത്തേക്ക് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമാണെന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാനപരമായ പ്രശ്നം. അതിലേക്ക് എല്ലാവരും എത്തണ്ടേ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പുകൾ വരും പോകും, ജയവും തോൽവിയൊക്കെ ഉണ്ടാകും. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ VM സുധീരൻ തന്നെ നിർവാഹക സമിതി യോഗത്തിൽ പറഞ്ഞത് എന്താണ്? BJP തുടരുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളുടെ നിലയിൽ നിന്ന് കോൺഗ്രസും ആ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് പിൻവാങ്ങേണ്ടതുണ്ട് എന്ന് പറയുന്നു. ആ സാമ്പത്തിക നയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേരളത്തെ ആ സർക്കാർ ഞെരുക്കുന്നതെങ്കിൽ, സാമ്പത്തികമായി ഉപരോധം സൃഷ്ടിക്കുന്നതെങ്കിൽ
സുധീരൻ പറഞ്ഞത് ശരിയല്ലേ? കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു ഘട്ടമല്ലേ? നമ്മൾ കേവലം രാഷ്ട്രീയം മാത്രം പറഞ്ഞ് എതിർത്ത് മുന്നോട്ട് പോകേണ്ടവരാണോ? ഒന്ന്, രാഷ്ട്രീയം പറഞ്ഞത് ഞങ്ങളല്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ കോട്ട് ചെയ്തു, ഒരു മന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത പ്രതിപക്ഷ നേതാവുള്ള മത്സരത്തിലാണ് എന്ന്. അതുമാത്രമല്ല പറയേണ്ടത്, മറ്റൊരു മുൻമന്ത്രി പറഞ്ഞു മുഖത്തടിച്ചാൽ വിപ്ലവമാകില്ല എന്ന്. അതും പറഞ്ഞു, അതുകൂടി കോട്ട് ചെയ്ത് സംസാരിക്കണം. അപ്പോൾ മാത്രമേ നമ്മളത് ഈക്വൽ ആവുന്നുള്ളൂ. രണ്ട്, അല്ല, അങ്ങോട്ടും പറഞ്ഞു പ്രതിപക്ഷ നേതാവിൽ നിന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ തിരിച്ചു കിട്ടി. അത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കും. പക്ഷേ കോർ ഇഷ്യൂവിലേക്ക് നിജേഷ് നമ്മൾ നിൽക്കട്ടെ. ഇതൊക്കെ ഉണ്ടാകും. ഈ പ്രക്രിയ സംഭവിക്കുമ്പോഴും പ്രധാന പ്രശ്നത്തെ നമ്മൾ അവഗണിക്കാമോ? ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച പദ്ധതികൾ, പ്രിയപ്പെട്ട ശരത്ത്, ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച പദ്ധതി ഒന്ന് സിൽവർ ലൈൻ ആയിരുന്നു. നിങ്ങൾ ഈ പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലത്ത് നടക്കാൻ വേണ്ടിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നോ? ഞങ്ങൾ അന്നേ പറഞ്ഞു കേരളത്തിന്റെ അവസ്ഥ ഇതാണ് എന്ന്. എത്ര പൈസ അവിടെ കൊണ്ട് തള്ളി? നിങ്ങൾക്ക് അതിന് മറുപടി പറയാനുണ്ടോ? ഇല്ല, മറുപടി പറയാനില്ല. പെൻഷന്റെ കാര്യം, പെൻഷൻ കൊടുക്കുന്നില്ല. കെ ഫോൺ, നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ കണക്ടിവിറ്റി ഉണ്ടാക്കുന്നു. അരുൺകുമാറിനോട് ചോദിക്കട്ടെ, ഒരു നിയോജക മണ്ഡലത്തിൽ 100 പേർക്ക് കണക്ഷൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് കെ ഫോൺ ഇപ്പോൾ എത്തിയത്. കൊടുത്തോ? നിങ്ങൾ 10 പേർക്കെങ്കിലും കൊടുത്തോ? അനാവശ്യമായ പൈസ കെ ഫോണിൽ ഡംപ് ചെയ്ത് അതിന്റെ കമ്മീഷൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളിലേക്ക് എത്തി. അതാണ് കേരളത്തിന്റെ യാഥാർത്ഥ്യം. അത് ഞങ്ങൾ ജനങ്ങളോട് പറയണ്ടേ? നിങ്ങൾ എ പറ്റി പറഞ്ഞു പോയി. എ ക്യാമറയുടെ പിറകിലെ അഴിമതിയാണ്. അടിസ്ഥാനത്തിലാണ് പറയുന്നത്. യാഥാർത്ഥ്യം എന്നൊരു ചർച്ചയിൽ താങ്കൾ പറയുമ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ്? കേവലമായി ഉന്നയിക്കുന്നത് യാഥാർത്ഥ്യമാവില്ല നിജേഷ്. യാഥാർത്ഥ്യവും ആരോപണവും രണ്ടാണ്. നിങ്ങൾ ഈ പറഞ്ഞ കെ ഫോണുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യമായെങ്കിൽ തെളിയിക്കൂ. ഞാൻ ശരത്തിനോട് ചോദിക്കുന്നത്, കെ ഫോണിൽ ഞാൻ കാതലായ കേരളത്തിലെ പൊതുപ്രശ്നം അവതരിപ്പിച്ചു. പറ്റിയിട്ടില്ല. അല്ല, അത് നിങ്ങൾക്ക് പറയാം. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. നിങ്ങൾ ഒരു കാർഷിക മേഖല ഉണ്ടാക്കുന്നു. 2019 മുതലുള്ള അതേ വിഹിതമാണ് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നത്. ഒരു തവണ പോലും 10% അധികം കൊടുക്കാൻ സാധിക്കുന്നില്ല. കാർഷിക മേഖലയിൽ പണം കിട്ടണമെങ്കിൽ എവിടെയായി മിസ്റ്റർ? എവിടെയായി? എന്താണ് മേഖലയിലുള്ള പ്രൊഡക്ഷൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇരട്ടിയായി മാറി? സംരംഭങ്ങൾ ആരംഭിക്കുന്നു പറഞ്ഞു. നിങ്ങൾ എണ്ണിക്കാണിക്കാൻ ഒരു വർഷം കൊണ്ട് 1,39,000 പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു. നിങ്ങൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? എവിടെ? ആര്? നിങ്ങൾ ഈ കണക്കുകളൊക്കെ നോക്ക്, പരിശോധിക്കുക. തെളിയിച്ചതാ. 41 MLA-മാരോട് ചോദിച്ചാൽ ഡോക്യുമെന്റ് അവരുടെ ഉണ്ട്. ബജറ്റിന് മുമ്പായി വരുന്നതിൽ നിങ്ങൾ എണ്ണിക്കാണിച്ചു തരാൻ പറയുന്നു. അരുൺകുമാർ, കേരളത്തിൽ പുതിയ വ്യവസായ മന്ത്രി പ്രഖ്യാപിച്ചു, ഒറ്റ വർഷം കൊണ്ട് 2 ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങളാണ്. ഈ കേരളത്തിൽ വരുന്ന നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണ്. വ്യവസായ രംഗത്ത്, സംരംഭകരുടെ രംഗത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് വലിയ കുതിപ്പാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസം രംഗത്ത് വലിയ മാറ്റം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന് ഈ കേരളത്തിലേക്ക് കോവിഡ് കാലത്ത് വളർച്ചയുടെ രംഗത്ത് വലിയ മാറ്റം വരുത്തി. അരുൺകുമാറിന്റെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് പ്രൊജക്ടുകൾ പറഞ്ഞാൽ അംഗീകരിക്കാം. 10 പറയൂ. നിങ്ങൾ ഞാൻ ഓരോന്നായി എടുത്ത് കാണിക്കാം. പെട്രോകെമിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ടുള്ള കോടിക്കണക്കിന് നിക്ഷേപം, ഗിഫ്റ്റ് സിറ്റി. നിങ്ങൾ വരൂ, ഞാൻ കാണിച്ചു തരാം. മറുപടി ഗിഫ്റ്റ് സിറ്റിയുടെ വികസനമായാലും പെട്രോകെമിക്കൽ സിറ്റിയുടെ വികസനമായാലും ഇവിടെ മുടങ്ങിക്കിടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങൾ നടപ്പാക്കുകയാണ്. ഇവിടെ ഒരു വർഷം കൊണ്ട് 1 ലക്ഷം പുതിയ സംരംഭങ്ങൾ എന്ന് വ്യവസായ മന്ത്രി പ്രഖ്യാപിച്ചു. 1,39,000 സംരംഭങ്ങൾ എണ്ണി കാണിച്ചു തന്നു. എന്നിട്ടും കണ്ടില്ല, ഇല്ല എന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളെ അവസാനിപ്പിക്കാം. സമയം തീരുന്നതുകൊണ്ടാണ് ഈ ചർച്ചയുടെ അവസാനിപ്പിക്കുന്നതുമായി പണി കിട്ടിയ 10 പ്രൊജക്ട്സ് അത് പറ. വളരെയധികം നന്ദി അരുൺ. അതുപോലെ തന്നെ നിജേഷ്, വളരെയധികം നന്ദി. ശ്രീ സജീവൻ, ഒന്നും
ഒന്നും ചെയ്തില്ല എന്ന് പതിവ് പോലെ പ്രതിപക്ഷം ആവർത്തിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളുടെ കണക്കുകൾ, പ്രോഗ്രസ് റിപ്പോർട്ട്, ഇതിൻ്റെ ദീർഘമായ വിശദാംശങ്ങളുമായി അപ്പുറത്ത് ഭരണപക്ഷവും നിൽക്കുന്നു. ഏതായാലും നവകേരള യാത്ര അവസാനിച്ചിരിക്കുന്നു. നേരത്തെ പ്രഭാത യോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വയനാട്ടിൽ നിന്ന് വാർത്തകളിലൂടെ കണ്ടൊരു കാര്യമുണ്ട്. പ്രഭാത യോഗത്തിൽ അരിവാൾ രോഗവുമായി ബന്ധപ്പെട്ട് മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രത്യേക ബ്ലോക്ക് വേണം എന്ന ചികിത്സയ്ക്കായി വേണം എന്നൊരു ആവശ്യം ഉയർന്നപ്പോൾ പ്രഭാത യോഗത്തിൽ സരസ്വതിയിൽ നിന്നും മറ്റും അങ്ങനെ ഒരു ആവശ്യം ഉയർന്നപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് സർക്കാർ ആ യോഗത്തിൽ തന്നെ ആ തീരുമാനത്തിലേക്കും ധാരണയിലേക്കും പോയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ വാർത്തയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തു തന്നെയായാലും കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ കൂടുതലും ഊന്നിയത് തന്നെയാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭാവി കേരളത്തെ ഏറ്റവും അപകടകരമായി ബാധിക്കുന്ന നമ്മുടെ സാമ്പത്തിക സ്വാശ്രയത്തെ, ഫെഡറൽ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ടുള്ള സാമ്പത്തിക സ്വാശ്രയത്തെ ബാധിക്കുന്ന സാമ്പത്തിക ഉപരോധം ഒരു സംസ്ഥാനം അനുഭവിക്കേണ്ടി വന്നാൽ ആ സംസ്ഥാനം എന്താണ് ചെയ്യേണ്ടത് എന്ന് ജനങ്ങളോട് തന്നെ ഒരു സർക്കാർ ചോദിച്ചാൽ പ്രതിപക്ഷമടക്കം ക്രിയാത്മകമായി അതിനോട് പ്രതികരിച്ചുകൊണ്ട് സർക്കാരിനെ രാഷ്ട്രീയമായി വിമർശിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുപ്രശ്നത്തിനൊപ്പം ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു നാട് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ വിയോജിപ്പുകളും യോജിപ്പുകളും നിങ്ങൾ പരസ്പരം തീർക്കുക, പക്ഷേ നാടിൻ്റെ പൊതുവായ ആവശ്യത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതാണ് എന്ന പുതിയ ഒരു അനുഭവം, പാഠമാണ് നവകേരള യാത്ര സദസ്സ് കേരളത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്, വെച്ചിട്ടുള്ളത്. ബാക്കി നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന്. ഏതായാലും ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.